നമസ്കാരം. പറയാനുണ്ട് തൃശ്ശൂരിലേക്ക് സ്വാഗതം. മുസ്ലിസിന്റെ മണ്ണിലാണ്, അതായത് കൊടുങ്ങല്ലൂരിലാണ്. ചേര രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്ന അതിപുരാതന കൊടുങ്ങല്ലൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഈ കൊടുങ്ങല്ലൂർ നഗരസഭയിലാണ്. ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് ഒപ്പം തന്നെ ജൂത, ക്രൈസ്തവ, ഇസ്ലാം മതവിശ്വാസികളുടെ ദേവാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ണുകൂടിയാണ് കൊടുങ്ങല്ലൂര്. രാഷ്ട്രീയമായും സാംസ്കാരികമായും സാഹിത്യവുമായും ഒക്കെ ഏറെ പ്രഗത്ഭരുടെ ജന്മം നൽകിയ നാടുകൂടിയാണ് കൊടുങ്ങല്ലൂര്. ഒട്ടനവധി സവിശേഷതകൾ നിലനിൽക്കുന്ന ഈ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിലവിൽ രാഷ്ട്രീയമായി നോക്കുമ്പോൾ കഴിഞ്ഞ 45 വർഷക്കാലമായി LDF ആണ് നഗരസഭയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതായത് സ്ഥാപിതമായ ശേഷം ഇതുവരെയും ഭരിച്ചിട്ടുള്ളത് LDFിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. മുസ്ലിസുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ടൂറിസം പദ്ധതികൾക്ക് സാധ്യതയുള്ള നഗരസഭ കൂടിയാണ് കൊടുങ്ങല്ലൂര്. എന്തായാലും വികസന സാധ്യതകളും വികസന സ്വപ്നങ്ങളും നിലവിൽ എവിടെ വരെ എത്തി നിൽക്കുന്നു വികസനം എന്നതെല്ലാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചർച്ചയിലേക്ക്. കൊടുങ്ങല്ലൂർ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CPM പ്രതിനിധി കൂടിയുമായ KS കൈസാബ്, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും BJP പ്രതിനിധിയുമായ TS സജീവൻ, ഒപ്പം തന്നെ കോൺഗ്രസ് പ്രതിനിധിയും ഒപ്പം തന്നെ കൗൺസിലറുമായ VM ജോണി എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് തന്നെ ചോദിക്കാം. കാരണം ഭരണ ചുമതലയുള്ള ഒരാൾ എന്ന നിലയിൽ നിലവിൽ നഗരസഭയെ എത്രത്തോളമാണ് വികസനം, എവിടെ വരെ എത്തി നിൽക്കുന്നു, എന്തൊക്കെയാണ് നഗരസഭയുടെ കാഴ്ചപ്പാടുകൾ, വികസന ലക്ഷ്യങ്ങൾ, എത്രത്തോളം അത് ഫലവത്തായി ഉപയോഗിക്കാൻ കഴിഞ്ഞു, ആ ഒരു വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചറിയാം. എങ്ങനെയാണ് ചെയർമാനെ നിലവിലൊരു നഗരസഭയുടെ ഒരു അവസ്ഥ? കൊടുങ്ങല്ലൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 45 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന നഗരസഭയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹത്തിനും അനുസരിച്ചുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 45 വർഷമായിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയാണ് ഈ ഭരണം സജീവമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം ഇപ്പോൾ 2020 ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഓരോ ഭരണസമിതിയുടെയും പ്രവർത്തനങ്ങൾ, അത് ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് വീണ്ടും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഈ 4 വർഷക്കാലത്തും പിന്നിടുമ്പോൾ 178 കോടി രൂപയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിച്ചെന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വീടെടുക്കുന്ന കേരളത്തിലെ നഗരസഭകളിലൊന്നായിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭ മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 1500ഓളം വീട്, ഇപ്പോൾ 300ഓളം വീടിൻ്റെ പണി PMAY ലൈഫ് പദ്ധതിയിലൂടെ നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പട്ടികാതി വിഭാഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ മക്കൾക്ക് ആവശ്യമുള്ള പഠനമുറി, അതേപോലെ തന്നെ മേശയും കസേരയും, ലാപ്ടോപ്പ്, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ്, അതേപോലെ തന്നെ വയോജന കട്ടിൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്ന കാര്യത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. പദ്ധതി പ്രവർത്തനങ്ങളുടെ ഫണ്ട് 100% ചെലവഴിക്കാൻ കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം 2025-26 വർഷം പദ്ധതി ആയിട്ട് ബന്ധപ്പെട്ട് 24 കോടി രൂപയുടെ വാർഷിക പദ്ധതിക്ക് നമുക്ക് അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. അത് 100% ചെലവഴിക്കപ്പെടുക എന്നുള്ളതാണ്. ഇവിടുത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഗർഭിണികളുടെയും തൊഴിലാളികളുടെയും ഒക്കെ തന്നെ ഉന്നമനം ലക്ഷ്യമായി കൊണ്ടുള്ള, കൃഷിക്ക് ആവശ്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കൊടുങ്ങല്ലൂർ നഗരസഭ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ആ ഒരു വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ 45 വർഷക്കാലമായിട്ട് ഈ നഗരസഭയുടെ ഭരണം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ സമർപ്പിച്ചേക്കാണ്. അത് തുടർന്നും ആ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ വികസന ക്ഷേമ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകൂടത്തിന് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഭരണസമിതി ഈ കാലയളവിൽ നോക്കിക്കാണുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ കോടികളുടെ വികസന നേട്ടങ്ങൾ മാത്രമാണോ നഗരസഭയ്ക്ക് കൈമുതലായിട്ടുള്ളത്? എങ്ങനെയാണ്? നമസ്കാരം. കൊടുങ്ങല്ലൂർ നഗരസഭ കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായിട്ട് CPMും അതുപോലെ തന്നെ CPIയും LDF ഭരണസമിതിയാണ് മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊടുങ്ങല്ലൂരെ സംബന്ധിച്ച് നമുക്കറിയാം, അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന പ്രദേശമാണ് കൊടുങ്ങല്ലൂർ. ആ കൊടുങ്ങല്ലൂരിൽ 4.5 പതിറ്റാണ്ടായിട്ട് എന്താണ് ഒരു വികസന പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണിക്കാനില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ നഗരസഭ ഭരിക്കുന്ന ചെയർപേഴ്സൺ ഈ ചർച്ചയിൽ പങ്കെടുക്കാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ തന്നെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ, ആ പദ്ധതികൾ ചുവടുപിടിച്ച് ചില പദ്ധതികൾ കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ
പിണറായി സർക്കാരിൻ്റെ ചുവട് പിടിച്ച് എന്ത് പദ്ധതികളാണ് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് നടപ്പിലാക്കാൻ ഭരണസ്വാധീനം ഉപയോഗിച്ച് ഇവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വട്ടപൂജ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അമൃത് പദ്ധതി കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏകദേശം 5000-ഓളം കുടിവെള്ള കണക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ, BJP സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികളിലൊന്നാണ് ഭാരതത്തിലെല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള പദ്ധതി. ആ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞത്. നേരത്തെ അതുപോലെ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു 1500-ൽ പരം വീടുകൾ കൊടുത്ത്. തീർച്ചയായും നല്ലൊരു നടപടിയായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അതും നടപ്പിലാക്കാൻ കഴിഞ്ഞത് പ്രധാനമന്ത്രി, ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിൻ്റെ, BJP സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഭാരതത്തിലെമ്പാടും വീടില്ലാത്ത എല്ലാവർക്കും വീട് കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജനയോട് ബന്ധപ്പെട്ട് തന്നെയാണ് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞത്. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ തന്നെ EMS ഭവന പദ്ധതി പോലുള്ള ഭവന പദ്ധതികൾ ഒരു വാർഡിൽ ഒരു വീട് പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിനൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് കൊടുക്കാൻ കഴിഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ, BJP സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള ഇടപെടൽ മൂലമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പത്രപരസ്യങ്ങളിലൂടെ പിണറായി സർക്കാർ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാനായിട്ട് ശ്രമം നടന്നു. വീടും സ്ഥലവും ഇല്ലാത്ത ആൾക്കാർക്ക് സൗജന്യമായിട്ട് സർക്കാർ വീടും സ്ഥലവും കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി. കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്കും സംസ്ഥാന സർക്കാരിനും വീടും സ്ഥലവും ഇല്ലാത്ത ഒരാൾക്ക് പോലും ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ടുള്ളൊരു സംവിധാനം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്കും, കൊടുങ്ങല്ലൂർ നഗരസഭയിൽ 100 കണക്കിന് അപേക്ഷകളാണ് വീടും സ്ഥലവും ഇല്ലാത്ത ആൾക്കാർക്കുള്ളത്. ഒരു വീട് പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൂടാതെ തന്നെ സ്വച്ഛ് ഭാരത് പദ്ധതി, കേന്ദ്ര സർക്കാരിൻ്റെ സ്വച്ഛ് ഭാരത് പദ്ധതി ചുവട് പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ 15,400 രൂപ ടോയ്ലറ്റിന് കൊടുത്തുകൊണ്ട് പൂർണ്ണമായും ടോയ്ലറ്റ് ഇല്ലാത്ത എല്ലാവർക്കും ടോയ്ലറ്റ് കൊടുക്കാനായിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് കഴിഞ്ഞത്. അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് പദ്ധതി പ്രകാരമാണ് നമ്മൾ ഇന്നിവിടെ മാലിന്യ സംസ്കരണത്തിനോട് ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതികൾ കൊടുങ്ങല്ലൂർ നഗരസഭയും ഭാരതത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇത്തരം പദ്ധതികളൊക്കെ നമുക്കിവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ കക്കൂസ മാലിന്യ സംസ്കരണ യൂണിറ്റ് ഏകദേശം 50 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് നമ്മളത്, അതിൻ്റെ 87% കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. പക്ഷേ അത് വേണ്ട രീതിയിൽ ഇപ്പോഴും വിനിയോഗിക്കാനായിട്ട് ഇവിടുത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഈ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുകയാണ്. കൂടാതെ തന്നെ നമുക്കറിയാം, കൊടുങ്ങല്ലൂർ ടൗണിനെ സംബന്ധിച്ചിട്ടുള്ള നമുക്കറിയാം ഗതാഗതക്കുരുക്ക്. 2 പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡുകൾ ഇന്നും നമ്മളെ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ സ്ഥലം മുസ്ലിസ് പൈതൃക പദ്ധതിക്ക് വിട്ടുകൊടുത്തിട്ട് മുസ്ലിസ് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡ് കൊടുങ്ങല്ലൂർ നഗരസഭയിലുണ്ട്. ഇന്നും അത് ലഹരി മാഫിയകളുടെ വിളയാട്ട് കേന്ദ്രവും അതുപോലെ തന്നെ പട്ടികൾ താമസിക്കുന്ന കേന്ദ്രമായിട്ട് ഇന്നത്തെ അത്തപ്പതിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കാവിൽക്കടവിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ആ ബസ് സ്റ്റാൻഡ് കൃത്യമായിട്ട് ഇടപെടലിലൂടെ പ്രവർത്തിക്കാനായിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭ 4.5 പതിറ്റാണ്ട് ഭരിച്ച ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൂടാതെ തന്നെ നമുക്കറിയാം, അതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് റൂമുകളുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വരുമാന സ്രോതസ്സ് വർദ്ധിപ്പിക്കാനായിട്ട് ആ റൂമുകൾ കൃത്യമായിട്ട് അത് ആളുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ബസ് സ്റ്റാൻഡ് അവിടെ കൊണ്ടുവന്നുകൊണ്ട് ആളുകൾ അവിടേക്ക് ആകർഷിച്ച് അവിടെ ആളുകൾ വരുന്നൊരു സംവിധാനം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂമുകളൊക്കെ പോയി നമുക്ക് അത്യാവശ്യം നഗരസഭയ്ക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളിന്ന് ഇപ്പോൾ ഈ മീറ്റിംഗ് നടക്കുന്ന ബിൽഡിങ്ങിനെ കുറിച്ച് അറിയാം. ഇതൊരു ലോഡ്ജായിരുന്നു. ഈ ലോഡ്ജാണ് ഇന്ന് നഗരസഭയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ നടക്കുന്ന ഓഫീസായിട്ട് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായിട്ട് ഇപ്പോഴാണ് MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരു സ്വന്തമായിട്ട് നല്ലൊരു ബിൽഡിംഗ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അത് പൂർത്തീകരിക്കാനായിട്ട് ഇപ്പം കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ ഫ്രണ്ട് ഓഫീസുണ്ട്. ഫ്രണ്ട് ഓഫീസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 കസേര വന്ന് ഏകദേശം 44 വാർഡിൽ കൂടി 70,000-ൽ പരം ആളുകൾ വരുന്ന ഒരു നഗരസഭയിൽ വന്നിരിക്കാനൊരു കസേരയില്ല, കുടിക്കാനൊരു വെള്ള സംവിധാനമില്ല. നമ്മളെ തൊട്ടരിയത്തുള്ള പ്രാദേശികമായിട്ടുള്ള പഞ്ചായത്തുകൾ പോലും AC ആക്കിക്കൊണ്ട് അതിൻ്റെ ഓഫീസ് സംവിധാനങ്ങളും ഫ്രണ്ട് ഓഫീസ് സംവിധാനങ്ങളൊക്കെ അതിനുള്ള ഏർപ്പാടുകൾ നടത്തിയിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭ ഇന്നും ഏകദേശം 45 വർഷം ഇവർ അധികാരത്തിൽ വന്ന 45 വർഷം പിന്നിലേക്കാണ് ഇപ്പോഴും കൊടുങ്ങല്ലൂർ നഗരസഭ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്,
ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ, പ്രസാദം പദ്ധതി പോലുള്ള പദ്ധതികൾ കൊടുങ്ങല്ലൂർ കൊണ്ടുവന്നിട്ട് ഗുരുവായൂർ ക്ഷേത്ര നഗരി എങ്ങനെയാണ് വികസിപ്പിക്കാൻ കഴിഞ്ഞത്, അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശം വികസിപ്പിക്കാനുള്ള സംവിധാനം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ കൊണ്ടുവന്നിട്ട് അതിനുള്ള ദീർഘവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള പദ്ധതികൾ രൂപീകരിക്കാനുള്ള സംവിധാനം ഒരുക്കും. അതുപോലെ തന്നെ സരോവരം പദ്ധതി നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൻ്റെ ഈ കുടിവെള്ള സ്രോതസ്സും അതുപോലെ തന്നെ ജലസ്രോതസ്സും സംരക്ഷിക്കാനുള്ള സരോവരം പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് കൊടുങ്ങല്ലൂരിൻ്റെ പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ, ഒരുപാട് കുളങ്ങൾ കൊടുങ്ങല്ലൂർ പ്രദേശങ്ങളിലുണ്ട്, നല്ല കുടിവെള്ള സംവിധാനം കിട്ടാവുന്ന ആ കുടിവെള്ള പടാകൾ ഉൾപ്പെടെ കൊടുങ്ങല്ലൂർ നഗരസഭ ഏകദേശം 6-7 ഏക്കറോളം കൊള്ളുന്ന പടാവളം കുടിവെള്ള പദ്ധതി, അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള ഒരുപാട് നമുക്ക് ഈ ജലസ്രോതസ്സുകളുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച് 5000-ഓളം കുടിവെള്ള കണക്ഷൻ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ സഹായത്തോടെ. പക്ഷേ ഇന്ന് 10 ദിവസം 15 ദിവസം കൂടുമ്പോഴാണ് സാധാരണക്കാർക്ക്, അതായത് ആ പൈപ്പ് കണക്ഷൻ എടുത്ത ആളുകൾക്ക് കുടിവെള്ള സ്രോതസ്സ് കുടിവെള്ളം കിട്ടുന്നത്. കാരണം നമുക്കറിയാം, ഒരു 20-25 വർഷം മുമ്പ് പണിതിട്ടുള്ള വാട്ടർ ടാങ്കിൽ വരുന്ന ആ കാലഘട്ടത്തിൽ അന്ന് പൈപ്പ് കണക്ഷൻ ഉണ്ടായിരുന്ന നിസ്സാര ആളുകൾക്ക് കിട്ടാവുന്ന കുടിവെള്ള സംവിധാനത്തെ സ്രോതസ്സോ ഒന്നും നിലവിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇത്രയധികം ആളുകൾ കുടിവെള്ള കണക്ഷൻ ഉണ്ടായിട്ട് അതിൻ്റെ ഒരു ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടായിട്ടുള്ളൂ. ഉപയോഗം കൂടുകയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ളൊരു സംവിധാനം കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാട് വയ്ക്കാൻ പറ്റില്ല. തീർച്ചയായും കേന്ദ്ര സർക്കാർ സരോവരം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുങ്ങല്ലൂർ പ്രദേശങ്ങളിൽ ഏകദേശം 20-25 കുടിവെള്ള സ്രോതസ്സ് ഉൾപ്പെടെയുള്ള കുളങ്ങളുണ്ട്. ആ കുളങ്ങളൊക്കെ തന്നെ നവീകരിച്ചുകൊണ്ട് ആ കുളങ്ങൾ കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് പ്രാദേശിക കുടിവെള്ള സംവിധാനവും സൗജന്യമായിട്ട് അവിടെ നിന്ന് പമ്പ് ചെയ്തിട്ട് സൗജന്യമായിട്ട് കൃഷി ചെയ്യാനുള്ള സംവിധാനവും സരോവരം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 44 വാർഡിന് 46 വാർഡാവും. ആ 46 വാർഡിലെ കൃഷിക്കാരെയും ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കാനുള്ള എല്ലാ സംവിധാനം ഒരുക്കുന്നതാണ് BJPക്ക് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും ചില ആരോപണങ്ങളുണ്ട്, നമുക്ക് തിരിച്ചു വരാം. എന്തായാലും നമുക്ക് തീർച്ചയായും പ്രതിനിധിയിലേക്കൂടെ പോകാം. എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഒരു ഏക പ്രതിനിധി കൂടിയാണ്, എങ്ങനെയാണ് നിലവിൽ ഭരണസമിതിയെ നോക്കിക്കാണുന്നത്? നമസ്കാരം. നേരത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞതിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം നമ്മുടെയൊക്കെ അറിവിലേക്കായിട്ട് കൂടി പറഞ്ഞാണ്, 45 വർഷമായി ഇവിടെ മറ്റാരും ഈ കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിച്ചിട്ടില്ല. അതിൻ്റെ ഉത്തരവാദിത്വം തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നഗരസഭയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത് 45 വർഷമായിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഈ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വളരെ അടിവരയിട്ടോണം പറഞ്ഞു, ഇവിടെ പട്ടികജാതിക്കാർക്ക് ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്, മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ കൊടുത്തിട്ടുണ്ട്, ഭവനങ്ങൾ ലൈഫ് പദ്ധതിയിൽ ഭവനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ പറയാതെ തന്നെ പ്രതിപക്ഷ നേതാവ് എടുത്ത് പറഞ്ഞു നമ്മുടെ അമൃത പദ്ധതി കുടിവെള്ളം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇത് കൊടുങ്ങല്ലൂർ നഗരസഭയിലല്ല, കേരളത്തിൽ എവിടെയെല്ലാം നഗരസഭയുണ്ട്, എവിടെയെല്ലാം കോർപ്പറേഷനുണ്ട്, എവിടെയെല്ലാം പഞ്ചായത്തുണ്ട്, അവിടെയെല്ലാം ലൈഫ് പദ്ധതിയിൽ വീട് കൊടുത്തിട്ടുണ്ട്. അവിടെയെല്ലാം കുടിവെള്ളത്തിന് അമൃത പദ്ധതിയിൽ കുഴികൾ കുത്തി കുടിവെള്ളം കൊടുത്തിട്ടുണ്ട്. അവിടെയെല്ലാം ഈ പറഞ്ഞ കൂട്ട് നരേന്ദ്രമോദി കൊടുത്തെന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല, ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം 45 വർഷമായി ഇവിടെ ഭരിക്കുന്നത്, ഒരു ഇച്ഛാശക്തിയുള്ള ഭരണകൂടം അവരുടെ കഴിവനുസരിച്ച് ഈ നാടിൻ്റെ വികസനത്തിന് ഒരു ഭരണകൂടത്തിൻ്റെ കഴിവനുസരിച്ച് എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ പ്രതിപക്ഷ നേതാവോട് പറഞ്ഞതുപോലെ നമ്മളിരിക്കുന്ന ഈ ലോഡ്ജ് 45 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു കുറവാണ് ഈ കാണുന്ന. ഒരു ലോഡ്ജിലാണ് നമ്മൾ ഇന്നും ഈ കൗൺസിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും വലിയൊരു കുറവല്ലേ. ഞാൻ ഇവിടെ കഴിഞ്ഞ ഒരു ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ നമ്മുടെ ജൈത്രൻ മാഷിരിക്കുമ്പോൾ ഇവിടെ ഒരു ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഒരു പുസ്തകം തന്നെ ഇറക്കി, ഒരു കക്ഷി നേതാവ് എന്നുള്ള ലെവലിൽ ഒരു പുസ്തകം തന്നെ ഇറക്കി, എങ്ങനെ വികസിപ്പിക്കാം. നമുക്കറിയാം ഗവൺമെൻറ് മുൻകാലത്തെ UDF ഗവൺമെൻറ് കാലത്ത് KB ഗണേഷ്കുമാർ അന്നത്തെ UDF മിനിസ്റ്റർ ഇവിടെ വന്ന് പറഞ്ഞു, നിങ്ങൾ ശില്പി തിയേറ്ററിലേക്ക് സ്ഥലം വിട്ടു തരൂ, കൈരളി 3 നിലകളായി തിയേറ്ററുകൾ പണിത് തരാം, നിങ്ങളതിന് സൗകര്യം ചെയ്തു തരൂ. ഒരു കാര്യം ചെയ്തു കൊടുക്കില്ല. നമ്മുടെ ആസ്പത്രി 9 വർഷമായി, ഇന്ന് 5 നിലകളിലായി. മുൻ MLA കാലത്ത് പണിത് അതിന് പണി പൂർത്തീകരിച്ചിട്ട് പോയി. ഇന്നും തുറന്നു കൊടുക്കാൻ ഒരു നിലയല്ലാതെ രണ്ടാമതൊരു നില തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ. നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം ഞാൻ അടിവരയിട്ട് പറഞ്ഞു. നമ്മൾക്ക് ആ ശൃംഗപുരത്ത് നിന്ന് ഈ ഒരു ശൃംഗപുരം തോടുണ്ട്, ഒരു കനാലുണ്ട്. മറ്റുള്ള ഇപ്പോൾ കോട്ടപ്പുറം കായലായാലും നമ്മുടെ ഏതൊരു കായലായാലും പൊന്നാനി കായലായാലും ഏതൊരു കായലിനെടുത്തോ പുല്ലൂറ്റ് കായൽ, ഇതെല്ലാം പ്രകൃതിയിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ കാവിൽക്കടവ് തോടും ശൃംഗപുര തോടും ഗതാഗത സൗകര്യത്തിന് വേണ്ടി വള്ളമെടുക്കുവാൻ കുത്തിയുണ്ടാക്കിയതാണ്. നമ്മൾക്ക് അതൊരു ഡ്രൈനേജ് സിസ്റ്റം, ഒരു
ഡ്രൈനേജ് കൊടുത്തതിന് സ്ലാബ് ഇട്ട് നികത്തി ആ ശൃംഗപുരത്തെ കൂടി ബസ്സുകളെല്ലാം അതിനകത്ത് കയറ്റി ആ ബസ് സ്റ്റാൻഡ് നവീകരിക്കുമ്പോൾ ആ പ്രദേശം ഡെവലപ്മെൻ്റ് ആവും. കൂടാതെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ന് നമുക്ക് അതിമനോഹരമായ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു മുനിസിപ്പൽ കെട്ടിടം പണിയുന്നുണ്ട്. അത് അവിടെ സാധാരണ ഒരു ടൂ വീലറിന് ഒരാൾ വന്ന് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാർക്കിംഗ് അടിയിൽ അണ്ടർഗ്രൗണ്ടിൽ പാർക്കിംഗ് എല്ലാം ഒരുക്കുന്നുണ്ട്. ഒരു കാര്യവുമില്ല. നമ്മൾക്ക് അത്യാവശ്യം ഒരു ജനന സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന ആൾ അണ്ടർഗ്രൗണ്ടിൽ പോയി പാർക്ക് ചെയ്തിട്ടൊന്നും വരാൻ പറ്റും. അതിനാണ് ട്രസ്റ്റിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന കാവിക്കടവിലുള്ള ആ ബിൽഡിങ് 5000 സ്ക്വയർ ഫീറ്റോളം ഒറ്റ നില 5000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഞാൻ പാടി പറഞ്ഞു കൗൺസിലിൽ നെഞ്ചുപൊട്ടിയോളം പറഞ്ഞാണ് നമ്മൾക്ക് അതിനകത്തേക്ക് കൗൺസിലുകൾ മാറ്റാം. അപ്പോൾ അടിയിലുള്ള 100 കണക്കിന് മുറികൾ വാടകയ്ക്ക് പോകും. ഈ കെട്ടിടത്തിന് മുറികൾ വാടകയ്ക്ക് പോകും. അങ്ങനെ ആ പ്രദേശം കാവിൽക്കടവ് തുടങ്ങി പുല്ലൂറ്റ് പോലെ ആ പ്രദേശങ്ങളെല്ലാം ഡെവലപ്പാവും. പക്ഷെ അതൊന്നുമല്ല, നമുക്കൊരു പുതിയൊരു കെട്ടിടം പണി എന്നുള്ള രീതി അങ്ങനെ ഒരു ദീർഘവിഷ്ടമില്ലാതെ ഉള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾക്ക് പറയാനുള്ളത് ഇവിടെ പ്ലാൻ ഫണ്ട് കിട്ടുന്ന പൈസയും അമൃത പദ്ധതിയിൽ നിന്ന് കിട്ടുന്ന പൈസയും ലൈഫിൽ നിന്ന് കിട്ടുന്ന പൈസയും പട്ടികജാതി കിട്ടുന്ന പൈസയും എല്ലാം ചെലവഴിക്കാൻ നമ്മൾ ഭരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഉദ്യോഗസ്ഥന്മാരെത്തി അവർ ഭരിച്ചോളും. നമ്മളെ കൊണ്ട് ചെയ്യുന്നത് അടിസ്ഥാനപരമായ വികസനങ്ങൾ, നമ്മളുടെ കഴിവനുസരിച്ചുള്ള വികസനങ്ങൾ കൊണ്ടുവരണം. അത് കൊണ്ടുവരുന്ന കാര്യത്തിൽ 45 വർഷമല്ല 450 വർഷം ഭരിച്ചാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വളരെയേറെ പരാജയമാണ്. നമ്മളിതിൻ്റെ ഭാഗവാക്കാവുന്നതിൽ നമ്മൾക്കും അതിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ടെന്നുള്ള പരിഭവം ഞാൻ ഇത് രേഖപ്പെടുത്തുകയാണ്. ഓക്കെ ചെയർമാനെ, ഇത് നിരവധി ആരോപണങ്ങൾ, അതായത് ദീർഘവീക്ഷണമില്ലാത്ത യാതൊരുവിധമായ പദ്ധതികൾ പ്രത്യേകിച്ച് നഗരസഭയ്ക്ക് ഉണ്ടായിട്ടില്ല. ഈ ഒരു 4.5 പതിറ്റാണ്ട് കൊണ്ട് കൊടുങ്ങല്ലൂരിൻ്റെ വികസനം എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്ന പോലെ തന്നെ ചില സംവിധാനങ്ങളിൽ നടന്നു പോകുന്ന ചില കാര്യങ്ങളല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു പദ്ധതികളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് അവരുടെ പ്രധാന ആക്ഷേപം. എങ്ങനെയാണ് അതിനൊക്കെ നോക്കുകയാണെന്ന്? ഞാനിപ്പോൾ സംസാരിക്കുന്നത് 2 പ്രതിപക്ഷ നേതാക്കളോടാണ്. അവർക്ക് രണ്ടാൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും. കാരണം അവർ രണ്ടാളും പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വികസന പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാക്കാറുണ്ട്. എങ്കിലും കൊടുങ്ങല്ലൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ 45 വർഷക്കാലം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് ഭരണം മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കഴിഞ്ഞ 4 വർഷക്കാലം മാത്രം 178 കോടിയുടെ അതിൻ്റെ പദ്ധതി ചെലവ്. ഇപ്പോൾ നേരത്തെ അമൃത് പദ്ധതി എന്ന് പറഞ്ഞു. അമൃത് പദ്ധതി എന്ന് പറയുന്നത് 3 സർക്കാരുകളാണ്. കേന്ദ്ര സർക്കാരിൻ്റെയും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരും പ്രാദേശിക ഭരണകൂടവും 50-50 എന്ന രൂപത്തിലാണ് എല്ലാ പദ്ധതികളും നടപ്പാക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇവിടെ ഞങ്ങൾ വന്നതിന് ശേഷം ഇപ്പോൾ 10,827 പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 1,600 രൂപ വെച്ച് കേരള സംസ്ഥാന സർക്കാർ ആയിക്കഴിഞ്ഞു. 600 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ അത് 1000-ഉം 1,600 മാറ്റുന്നത് മാത്രമല്ല അതെല്ലാവരും വീട്ടിലെത്തിക്കാവുന്ന പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരാണെങ്കിൽ അവർ കൊടുക്കുന്ന 100 രൂപ, വിധവ പെൻഷന് 300 രൂപ, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില വിഹിതങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് ആ പെൻഷൻ മാറ്റിവെക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ കൗൺസിലിൽ എല്ലാ അംഗങ്ങളോടും ആധാർ കാർഡ് വയ്ക്കുന്നത് NSAP അത് രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് കേന്ദ്രത്തിന് വിഹിതം കിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ചില അവഗണന, സാമ്പത്തികമായ ഉപരോധം, ആ ഉപരോധത്തിൻ്റെ ഭാഗമായിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്രാവിഷ്കൃത ഫണ്ട് CFC ഫണ്ട് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ കൗൺസിലർമാർക്കും 25 ലക്ഷവും 30 ലക്ഷവും കിട്ടിയിരുന്നു. ഇപ്പോൾ അത് 7 ലക്ഷവും 8 ലക്ഷവും 10 ലക്ഷം ആയിട്ട് ചുരുങ്ങി. കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുക്കേണ്ട വിഹിതം ആനുപാതികമായിട്ട് വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ കേരളത്തോട് മാത്രം കേന്ദ്രം കാണിക്കുന്ന അവഗണന മറ്റു സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായിട്ട് കേരളത്തോട് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്കും സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്. അതിന് പ്ലാൻ ഫണ്ട് ഉപയോഗിക്കുന്നതിൽ വലിയ പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഇവിടെ കൊടുങ്ങല്ലൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി, അതേപോലെ തന്നെ മേത്തല PHC ഉണ്ട്, അതേപോലെ തന്നെ ആനാപ്പുഴ അർബൻ ആശുപത്രി ഉണ്ട്, ഹോമിയോ ആശുപത്രികളുണ്ട്, അതേപോലെ തന്നെ ഒട്ടേറെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. 2 കോടി രൂപ ഓരോ വർഷം ആവശ്യമായിട്ട് വെച്ചു കൊടുക്കുകയാണ്. അവിടുത്തെ വരുന്ന 2000-ഓളം ആളുകൾ വരുന്ന കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ അവർക്ക് സൗജന്യ ചികിത്സക്ക് അവർക്ക് ചെറിയ ഫണ്ട് വാങ്ങിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്ന ആളുകളെ സഹായിക്കാൻ ആവശ്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പട്ടികജാതി വിഭാഗങ്ങൾക്ക് അവരെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുകയാണ്. അവർക്കിപ്പോൾ 150ഓളം പേർക്ക് വീട് പണിയാൻ ആവശ്യമായിട്ട്, സ്ഥലം വാങ്ങിക്കാൻ ആവശ്യമായിട്ട്, മെയിൻ്റനൻസ് ചെയ്യാൻ ആവശ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 5000-ഓളം സൗജന്യ കണക്ഷൻ, പൊതു ടാപ്പുകൾ മുഴുവൻ മാറ്റിയാണ് കൊടുങ്ങല്ലൂർ നഗരസഭ. മുഴുവൻ ആളുകൾ കുടിവെള്ളം എത്തിക്കാവുന്ന സംവിധാനം കൊടുങ്ങല്ലൂർ നഗരസഭ സൗജന്യമായിട്ടാണ് അവർക്ക് പ്ലംബിങ് സൗജന്യമായി ചെയ്തു കൊടുത്തുകൊണ്ട് കുടിവെള്ളം വീട്ടിലെത്തിക്കുന്ന പരിപാടി. ഇപ്പോൾ നമുക്കറിയാം ഈ ODF കേന്ദ്ര സർക്കാരാണ് മാർക്കിടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനകത്ത് 87 നഗരസഭകളുണ്ട്.
ആ 87 നഗരസഭകളിൽ കഴിഞ്ഞ ദിവസം ഈ ODF $+ എന്ന രൂപത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ശുചിത്വ മാലിന്യ സംസ്കരണത്തിന് ഉദ്യോഗസ്ഥന്മാർ മാർക്കെടുത്ത നഗരസഭക്കാണ്. കേരളത്തിൽ ഒന്നാമത്തെ നഗരസഭയായിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭ മാറി എന്നുള്ളതാണ്. അത് കേന്ദ്ര സർക്കാർ ഈ പറയുന്ന BJP കൗൺസിൽ പറയുന്ന ആ പ്രതിയുടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ വക്താക്കൾ അത് പറയുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്നിട്ടാണ് ഇവിടെ മാലിന്യമുക്തം നടപ്പാക്കാൻ വേണ്ടി ടോയ്ലറ്റ് മാലിന്യം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ തുകക്ക് ഓരോ വീടുകളിലും ചെന്നെടുക്കാൻ വേണ്ടി ആവശ്യമായിട്ട് FSTP അത് 50 ലക്ഷം രൂപ കൊടുത്തടിച്ചാണ്. എല്ലാ വീടുകളിലും ചെന്നെടുക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഫ്ലാറ്റുകളിൽ ചെന്നെടുക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഇടപെടൽ ജനങ്ങളിലേക്ക് കൂടുതൽ കൊടുത്തപ്പോൾ നമുക്കറിയാം ലൈബ്രറി അന്താരാഷ്ട്ര നിലവാരത്തിൽ ലൈബ്രറി ആ ലൈബ്രറി ഈ കൊടുങ്ങല്ലൂരാണുള്ളത്. വേറെ ഒരു നഗരസഭകളുണ്ടായിട്ടില്ല. 30 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ലൈബ്രറി നമുക്ക് പണിയാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ ഫ്ലാറ്റ് നിർമ്മാണം ഇവിടെ പറഞ്ഞ് സ്ഥലം കൊടുത്തില്ല വീടില്ല എന്ന് പറഞ്ഞു. കേരളത്തിൽ ആദ്യത്തെ ഫ്ലാറ്റ് നിർമ്മിച്ചിട്ടുള്ള നഗരസഭ കഴിഞ്ഞ ദിവസം അതിൻ്റെ MP രാജേഷ് മിനിസ്റ്റർ വന്ന് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾ കുള്ളികൾ ആളുകളെ മാറ്റി നഗരസഭത്തിൻ്റെ ഏറ്റവും ഈ കണ്ണായ ഭൂമി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കപ്പെടുന്ന ഭൂമിയിൽ അവിടെ ഫ്ലാറ്റ് പണിത് കൊടുത്തുകൊണ്ട് അവിടെ 10 വീട്ടുകാർക്ക് ആവശ്യമായിട്ട് കേരളത്തിൽ ആദ്യത്തെ ഫ്ലാറ്റാണ്. അപ്പോൾ എവിടെയാണ് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ? പാവപ്പെട്ട ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമാണ്. മോഡി സർക്കാർ കൊടുത്ത ഫണ്ട് പിണറായി സർക്കാർ കൊടുത്ത ഫണ്ടില്ല. കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഒട്ടേറെ സാമ്പത്തികം ഇപ്പോൾ നമ്മളെ GST ഫണ്ട് ഉൾപ്പെടെ കേരളത്തിൽ പിരിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് തരുന്നില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ കൊടുങ്ങല്ലൂർ നഗരസഭ പോലെ തന്നെയാണ് പാലക്കാട് നഗരസഭ. പാലക്കാട് നഗരസഭ BJP ആണ്. നൈപുണ്യ പദ്ധതി വികസനത്തിന് വേണ്ടി അവിടെ ആരെ പേരാണ് ഇട്ടത്? കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസും അതേപോലെ തന്നെ DYFI ഉള്ള യുവജന സംഘങ്ങൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ സമരങ്ങളുണ്ടായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്? ഹെഡ്വാറിൻ്റെ പേരിടാണ്. തികച്ചും ഒരു RSSകാരായിട്ടുള്ള ഫാസിസ്റ്റായിട്ടുള്ള ഒരാളെ പേരിലാണ് അവിടെ നാമകരണം ചെയ്തത്. ഏത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളതാണ് ഹെഡ്വാർ? അപ്പോൾ BJP ഇരിക്കുന്ന അദ്ദേഹം നമ്മളെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നീതിപൂർവം ഒട്ടേറെ സമര ത്യാഗ പോരാട്ടം നടത്തിയ ആൾ. അദ്ദേഹത്തിനെ പോലും ഗാന്ധിയെപ്പോലും മറന്നുകൊണ്ട് ഈ രാജ്യത്തെ RSSകാരന് തീരെഴുതി കൊടുക്കുന്ന രൂപത്തിലേക്ക് BJPയുടെ ഒരു നഗരസഭ ഇരിക്കുമ്പോൾ അവിടെ എന്ത് മതേതരത്വമുള്ളത്? കൊടുങ്ങല്ലൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവർക്കും 44 വാർഡ് കൗൺസിലർമാർക്ക് ആവശ്യമായ സംവിധാനം ഒരുക്കുകയാണ്. ഈ നഗരസഭാ പ്രദേശത്തുള്ള ആളുകളെ സഹായിക്കാൻ ആവശ്യമായ നിലപാട്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വിദ്യാലയങ്ങൾ, കൊടുങ്ങല്ലൂരിലെ വിദ്യാലയങ്ങൾ 3 ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളുണ്ട്. 26ഓളം വിദ്യാലയങ്ങൾ കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്തുണ്ട്, കൊടുങ്ങല്ലൂർ നഗരസഭയുടെ കീഴിലുണ്ട്. അവർക്ക് ആവശ്യമായ 2 കോടി രൂപ അവിടെ സോളാർ ആവശ്യമായിട്ടുള്ള ഇപ്പോൾ 3 സ്കൂളുകൾക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ ഈ ഭൗതിക സാഹചര്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ബിൽഡിംഗ് പണിയാൻ വേണ്ടി എല്ലാ വിദ്യാലയങ്ങളും നോക്കിയാൽ കാണാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ മഴയത്ത് ചോർന്നൊലിയ വിദ്യാലയങ്ങളല്ല കേരളത്തിൽ. ഇപ്പോൾ സർക്കാരിൻ്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തും 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ വിദ്യാലയങ്ങൾക്ക് ഇതാക്കി അവിടെ ലാബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികളെ കൂടുതൽ ആകർഷിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ 2 വർഷം മുമ്പ് നമുക്കറിയാം ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങളിൽ നിന്ന് 10 ലക്ഷത്തോളം കുട്ടികൾ കേരളത്തിൻ്റെ മിടുക്കതാണ് നമ്മുടെ സാധാരണ സർക്കാർ സ്കൂളിലേക്ക് വരാൻ ആവശ്യമായിട്ടുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. താലൂക്ക് ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജ് ആൾക്കാർ ഒഴുകുകയാണ്. സർക്കാർ സംവിധാനം മോശം എന്ന് പറഞ്ഞിടത്തുനിന്ന് കേരളം ഒരു ചരിത്രം തന്നെ എഴുതിത്തിരുത്തി. ആദ്യമായിട്ട് കേരളത്തിൽ തുടർച്ചയായിട്ടൊരു ഭരണം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത്. എന്തുകൊണ്ടാണത്? സാധാരണക്കാരുടെ പ്രളയം വന്നപ്പോൾ ഈ നഗരസഭ അങ്ങനെയാണ് ചെയ്തത്. പ്രളയം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും ചേർത്ത് പിടിക്കുന്ന, ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു ഭരണകൂടമായിട്ട് മാറി. ആ ഭരണകൂടത്തിൻ്റെ ഇടപെടലാണ് ഈ ജനങ്ങളുടെ വിശ്വാസം. അവരെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. UPയും രാജസ്ഥാനും മധ്യപ്രദേശും ബീഹാറും ഗുജറാത്തും പോലെയല്ല. കേരളം എന്ന് പറയണത്, മലയാളി എന്ന് പറയണത് ലോകത്തിൻ്റെ എവിടെ ചെന്നാലും ആളെ സഹായിക്കാനും സംരക്ഷിക്കാനുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭ ഏറ്റവും ഏറ്റെടുത്ത കാര്യങ്ങൾ ഇപ്പോൾ 24 കോടി പദ്ധതി ഇപ്പോൾ ഈ വർഷം ഏറ്റെടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ട് അത് വിജയിപ്പിക്കാൻ വേണ്ടി കഴിയും. അത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിൻ്റെയും കൂടിയും വാക്കുകൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. വികസന പ്രവർത്തനം ഇപ്പോൾ ടൂറിസം മേഖല കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചാൽ ടൂറിസം രംഗത്ത് കുതിച്ചാട്ടം നടത്താൻ വേണ്ടി പോകണം. മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കുട്ടികൾ വന്ന് അവിടെ പഠനം നടത്തി ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് കൊടുങ്ങല്ലൂരിൻ്റെ ടൂറിസം മേഖല എങ്ങനെ ഡെവലപ്പ് ചെയ്യുമെന്നുള്ള തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മുസ്ലിംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുങ്ങല്ലൂർ വൻ വികസനത്തിലേക്ക് പോകാനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെട്ട് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ കൗൺസിലർമാർക്ക് പറയണം, അവരിത് എല്ലാം ശരിയാണെന്ന് പറഞ്ഞാലോ 45 വർഷമായി കൊടുങ്ങല്ലൂർ ഭരിക്കുന്നു എന്ന് പറയുന്നത് അവർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഭരിക്കാനുണ്ടായ സാഹചര്യം ഓരോ രംഗത്തും പൊതുമരാമത്ത്, നമ്മളെ റോഡുകൾ 1000 കോടി പദ്ധതി മുഖ്യമന്ത്രിയുടെ
അതിപ്പോൾ MLA വഴി 2 കോടി രൂപ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വിവിധ കൗൺസിലർമാർക്ക് കിട്ടിയിട്ടുണ്ട്. മുഴുവൻ സ്ഥലത്തും പോസ്റ്റ് ഇട്ട് സ്ട്രീറ്റ് വലിച്ച് ലൈറ്റ് ഇടാൻ ആവശ്യമായ പദ്ധതികൾ എല്ലായിടത്തും ലൈറ്റ് ഉണ്ട്. എവിടെ ലൈറ്റ് എത്താത്ത പറയട്ടെ. എല്ലാ പ്രദേശവും ലൈറ്റ് ഇടാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. SC കുട്ടികൾക്ക് പഠനമുറി, എല്ലാ കുട്ടികൾക്കും പഠനമുറി, ലാപ്ടോപ്പ് കൊടുക്കുന്നു. എല്ലാ പദ്ധതികളും കൃത്യമായിട്ട് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മാലിന്യ സംസ്കരണ രംഗത്ത് കേരളത്തിലെ 1ാമത്തെ നഗരസഭ മാറുന്നു. ഫിഷറീസ് രംഗത്ത് മത്സ്യക്കുഞ്ഞുങ്ങളുടെ വളർത്തുന്നതിൽ, മത്സ്യകൃഷി നടത്തുന്നതിൽ കൊടുങ്ങല്ലൂർ നഗരസഭ കേരളത്തിൽ 1ാമത്തെ നഗരസഭയായിട്ട് മാറി. ഫിഷറീസ് മന്ത്രിയുടെ കയ്യിൽ നിന്ന് നഗരസഭാ ചെയർപേഴ്സൺ അവാർഡ് മേടിക്കുകയാണ്. അതുപോലെ തന്നെ ജൂറി പ്രത്യേക പുരസ്കാരം, കേരള കൗമുദി പത്രത്തിലെ പ്രത്യേക ജൂറി പുരസ്കാരം നേടുന്ന ഈ നഗരസഭയുടെ കൊടുങ്ങല്ലൂർ നഗരസഭ മാറി. പ്രത്യേകിച്ച് താലൂക്ക് ആശുപത്രിക്കും അതേപോലെ തന്നെ അർബൻ ആശുപത്രി ഉൾപ്പെടെ ആരോഗ്യരംഗത്ത് തുടർച്ചയായിട്ട് അവാർഡുകൾ നേടുകയാണ്. 100% ഫണ്ട് ചെലവഴിക്കപ്പെടാൻ കഴിയാവുന്ന നഗരസഭയായിട്ട് മാറി. ഇപ്പോൾ നമുക്കറിയാം അംഗനവാടി ചെറുതായിരുന്നു. അതായത് ഇപ്പം പറഞ്ഞ പോലെ ഇത് സംസ്ഥാന സർക്കാരിൻ്റെയും മറ്റു പദ്ധതികളും അവർ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും നഗരസഭയ്ക്ക് തനതായ ഒരു ദീർഘവീക്ഷണത്തോടെ ഒരു പദ്ധതി ചൂണ്ടിക്കാണിക്കാനില്ല എന്നുള്ളതാണ്. കാരണം 4.5 പതിറ്റാണ്ട് ഭരിക്കുന്ന ഒരു മുന്നണിക്ക് ഈ ഒരു ലോഡ്ജ് മുറിയിൽ നിന്നും തന്നെ നഗരസഭയെ മാറ്റിക്കൊണ്ടു പോകാൻ തന്നെ സാധിക്കുന്നതിലുള്ള ഒരു വലിയൊരു ആരോപണമാണ്. ഒപ്പം തന്നെ പല പദ്ധതികളും സ്വാഭാവികമായും ഒരു ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ പോലും നടന്നു പോകുന്ന പദ്ധതികൾ മാത്രമാണ് നടപ്പിലാക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അതിന് അപ്പുറത്തേക്ക് സ്വന്തമായി ഇപ്പം നഗര വികസനമടക്കം അവർ ചൂണ്ടിക്കാണിക്കുന്നു. താലൂക്ക് ആശുപത്രികളുടെ 1ാം നിലയ്ക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതിലേക്കൊക്കെ എങ്ങനെയാണ് നഗരസഭയുടെ ഒരു കണ്ണെത്താത്തത്, അല്ലെങ്കിൽ എന്താണ് അതിലുള്ള പോരായ്മയെ കാണുന്നത്? ഞാനത് പറഞ്ഞു വന്നിരുന്നു. കാരണം കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഇപ്പോൾ MLA വഴി നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 10 കോടി രൂപയാണ് നമ്മുടെ നഗരസഭ. പഴയ നഗരസഭ ഉണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ 1ാം നില പണി പൂർത്തിയായി. ഏകദേശം നമുക്ക് ഈ വർഷം അവസാനത്തോടു കൂടി നമ്മുടെ ഈ ഭരണസമിതി കയറാൻ കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. 10 കോടി രൂപ ചെലവഴിക്കപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ പ്ലാനാണത്. MLA ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ചെയ്തിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ സ്ഥലത്ത് അത് പണിയാന്നുള്ളത് ഏറ്റവും വലിയ സ്വപ്നമുണ്ട്. സാക്ഷാത്കരിക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ KP രാജനുള്ള സമയത്ത് നമുക്കറിയാം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി, ഇന്നത്തെ ആശുപത്രിയാണ് 5 നിലകളുടെ കൊടുങ്ങല്ലൂരിൽ ഏറ്റവും വലിയ മികച്ച നിലവാരം പുലർത്തുന്ന ആശുപത്രിയായിട്ട് മറ്റു ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ വെല്ലുവിളിക്കുന്ന രൂപത്തിലേക്ക് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി മാറി. അവിടെ എല്ലാ സംവിധാനം, മാമോഗ്രാം പദ്ധതി, ഇന്നസെൻ്റ് MP ആയിരിക്കുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് മുട്ടുമാറ്റിയ ശസ്ത്രക്രിയ, അങ്ങനെ ഒരുപാട് സൗജന്യ പദ്ധതികൾ കൊടുങ്ങല്ലൂർ നഗരസഭ നടപ്പാക്കിയിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് ഏറ്റവും മികച്ച രൂപത്തിൽ ഓരോ ദിവസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാണ്. ഇപ്പോൾ ഓരോ വർക്കുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഓരോ ദിവസവും നടക്കുന്ന ഇപ്പോൾ അരാവളം പദ്ധതി, 1,17,00,000 അമൃത് പദ്ധതി നഗരസഭയുടെ കാശുണ്ട്. അതുപോലെ കുടിവെള്ളം 5000 വാട്ട് കണക്ഷൻ കൊടുക്കുകയാണ്. അതിന് നഗരസഭയുടെ ഫണ്ടുണ്ട്. 15 കോടിയാണ്. 15 കോടിയിൽ നഗരസഭയുടെ പകുതി ഫണ്ടുണ്ട്. അപ്പോൾ നമ്മൾ ദീർഘവീക്ഷണത്തോടെ കാണുന്ന ഓരോ പദ്ധതിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ജനങ്ങൾ നോക്കിക്കാണുകയാണ്. ഇവർ എന്താണ് ഇപ്പോൾ കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം നടക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്ന് ആ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേൽക്കൈ ഉണ്ടാക്കാനും അതുപോലെ തന്നെ UDF മേൽക്കൈ ഉണ്ടായിട്ടുണ്ട്. BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ വോട്ട് വളരെ അധികം പറയിലേക്കുപോയി. 210 വോട്ടിന് ജയിച്ച BJPയുടെ കൗൺസിലർ 60 വോട്ടിന് വിജയിക്കുന്ന രൂപത്തിലേക്ക് പറയും. അപ്പോൾ ജനങ്ങൾ ഇതെല്ലാം നോക്കിക്കാണാണ് ഈ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ എന്താണ്, വികസനങ്ങൾ എന്താണ്, ക്ഷേമം എന്താണ്. ഇപ്പോൾ 65 ലക്ഷം രൂപയാണ് നമ്മൾ ഗർഭിണികൾക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും വയോജനങ്ങൾക്കും വേണ്ടിയിട്ട് അംഗനവാടി വഴി മാറ്റിയേക്കുന്നത്. ഓരോ വർഷവും 240 ലക്ഷം രൂപയാണ് ഇപ്പോൾ 4 കൊല്ലം കൊണ്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ 1 ലിറ്റർ പാലിന് 4 രൂപ വെച്ചുകൊണ്ട് നമ്മൾ 10 ലക്ഷം രൂപ അതിന് പദ്ധതി വെച്ചിട്ടാണ് മുഴുവൻ ആളുകൾക്കും പാലെടുക്കുന്ന ആളുകൾക്ക് അതിനാവശ്യമായ ഫണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് പദ്ധതികൾ നമ്മൾ ക്ഷേമ വികസന പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡ് ഇപ്പോൾ നിലവിൽ നമുക്കൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് നമ്മൾ പ്രദേശത്താണ്. അതേപോലെ തന്നെ മറ്റൊരു ബസ് സ്റ്റാൻഡ് നമ്മുടെ ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് അവിടുത്തെ ചില റോഡിന് ചില പ്രശ്നങ്ങളുണ്ട്. അവിടേക്ക് ബസ് മാറ്റാൻ ആവശ്യമായ ഈ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അവിടെ എല്ലാ ബസ്സുകളും തൃശ്ശൂർ തന്നെ ബസ്സുകൾ കയറി കൊടുങ്ങല്ലൂർ വിവിധ ഭാഗത്തുള്ള ഈ കെട്ടിക്കിടക്കുന്ന ബസ്സുകളും മറ്റു വാഹനങ്ങളെല്ലാം അവിടെ വന്ന് കിടക്കാനും അവിടെ നാട്ടിൽ കയറ്റിക്കൊണ്ടാൻ ആവശ്യമായ നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ട്. ആ ബസ് സ്റ്റാൻഡ് കൊടുങ്ങല്ലൂർ നഗരസഭയെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡാണ്. കുറച്ചുകൂടി കാര്യക്ഷമമായ പ്രവർത്തനത്തിലേക്ക് നമ്മുടെ നഗരസഭ മുന്നോട്ട് അതിനുവേണ്ടി പോകാൻ വേണ്ടി പോകുന്നത്. ക്ഷേത്രം നഗരി കൂടിയാണ്. കാരണം ദിനംപ്രതി ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു നഗരം കൂടിയാണ് ഗുരുവായൂർ എന്ന പോലെ തന്നെ കൊടുങ്ങല്ലൂർ. അപ്പോൾ ഈ നഗരവികസനത്തിന് വല്ലാണ്ട് പ്രാധാന്യം അർഹിക്കുന്നൊരു ഇതല്ലേ നഗരസഭയെ സംബന്ധിച്ച്? അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടോ? അതായത് നഗര വികസനം കൂടുതൽ സാധ്യമാകാത്തതിൽ എന്തെങ്കിലും? കൊടുങ്ങല്ലൂർ നഗരസഭ പ്രത്യേകിച്ച് നമ്മുടെ ക്ഷേത്രം, പക്ഷേ അതിപുരാതനമായ ഭഗവതി ക്ഷേത്രം, അതുപോലെ തന്നെ ചേരമാ മസ്ജിദിലെ, അതേപോലെ തന്നെ ചർച്ച്, ഇതെല്ലാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഈ മതസ്ഥാപനങ്ങളെല്ലാം കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്താണ്. ഇവിടെ ഇപ്പോൾ ഭഗവതി ക്ഷേത്രം
ഇപ്പോൾ ഹൈമാസ്റ്റിലായിട്ട് 4 കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ പ്രദേശങ്ങളിലും 4 ഹൈമാസ്റ്റിലേറ്റൊക്കെ അതുവേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ ക്ലീനിങ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭ ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഭരണി നാളുകളിൽ വരുന്ന മുഴുവൻ ഭക്തർക്ക് കൊടുക്കലും നഗരസഭ ഏറ്റെടുത്തുകൊണ്ട് 3 ദിവസം ഭക്ഷണം കൊടുക്കും. 2000, 3000, 4000 ആളുകൾ വ്യത്യസ്തമായിട്ട് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന പദ്ധതി നമ്മൾ നടപ്പാക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഡിസംബറിൽ നടക്കുന്ന ശബരിമല, അവിടെ വിരിവെക്കാൻ ആവശ്യമുള്ള സംവിധാനം, അവിടെ പന്തലെട്ടിക്കൊണ്ട് അവിടുത്തെ ഉപദേശ സമിതിയുടെ സഹായത്തോടു കൂടി കൊടുങ്ങല്ലൂർ നഗരസഭ 10 ലക്ഷം രൂപ ചിലവാക്കി ക്ഷേത്രത്തിനകത്ത് വരുന്ന ഈ ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വിരിവെക്കാനുള്ള ആവശ്യമായ സംവിധാനം ഒരുക്കുകയാണ്. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ചുറ്റുവട്ടം കൃത്യമായ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സുകൾ ചെയ്യാണ്. വരുന്ന ആളുകൾക്ക് വളരെ സ്വീകാര്യത്തോടു കൂടി അവരെ സഹായിക്കാൻ കുടിവെള്ളം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ളത്, ഇപ്പോൾ ചൂടുകാലത്ത് മോരുവെള്ളം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ളത്, അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും നൽകുന്ന ഒരു ഇടപെടൽ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറയുന്നത് ദീർഘവീക്ഷണത്തോടെ പോയി എന്നുള്ളതിൻ്റെ തെളിവാണ് ജനങ്ങൾ ഈ 4.5 പതിറ്റാണ്ട് കാലം LDFനെ ഭരണ നേതൃത്വത്തിൽ എത്തിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞത് 4.5 പതിറ്റാണ്ടായിട്ട് ഭരണം അവർക്ക് ജനങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന അർത്ഥത്തിൽ തന്നെയാണ്. പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇവരെ ഭൂരിപക്ഷവും അതുപോലെ തന്നെ കൗൺസിലർമാരുടെ എണ്ണവും പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കും ജനങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഇവരെ തള്ളിക്കളയാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റ് CPM-നും 10 സീറ്റ് CPI-ക്കും 21 സീറ്റ് BJP-ക്കും 1 സീറ്റും കോൺഗ്രസിനും കിട്ടിയത്. അത് കൂടാതെ തന്നെ 13 സ്ഥലത്ത് BJP 2ാം സ്ഥാനത്ത് വന്നു. അപ്പോൾ ജനങ്ങൾ ആരെയാണ് അംഗീകരിച്ചിട്ടുള്ളത്? 45 വർഷം ഭരിച്ച CPM-നും CPI-നാണോ അംഗീകരിച്ചിട്ടുള്ളത്? ഇവിടെ പ്രതിപക്ഷമായിട്ടുള്ള BJP-നാണോ അംഗീകരിച്ചിട്ടുള്ളത്? ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങൾ മുമ്പിലുള്ള ഒരു വിഷയമുള്ളത്. അതിനപ്പുറത്തേക്ക് ഇനിയും നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ നഗരസഭയെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ പറയുന്ന പദ്ധതികളൊന്നും തന്നെ ഉണ്ടായില്ല. അദ്ദേഹം ചില പദ്ധതികൾ മുൻപ് കൗൺസിലിൽ ഉന്നയിച്ചെങ്കിൽ പോലും അത് നടപ്പിലാക്കിയില്ല എന്ന് പറയുന്നു. നിലവിൽ ഈ സ്വന്തം ബിൽഡിങ്ങിലേക്ക് മാറുന്നതിനപ്പുറത്തേക്ക് കൊടുങ്ങല്ലൂർ ഏത് വിധത്തിലാണ് മാറേണ്ടത്? തീർച്ചയായും ഞാൻ നേരത്തെ ആദ്യം തന്നെ സംസാരിച്ചു കഴിഞ്ഞു. കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് അതിപുരാതനവും ചരിത്രപ്രസിദ്ധമായിട്ടുള്ളൊരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ഒരുപാട് വികസനങ്ങൾ വരേണ്ടതുണ്ട്. നമുക്കറിയാം പാരമ്പര്യ മേഖലയായിട്ടുള്ള കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് പാരമ്പര്യ തൊഴിൽ മേഖലയായിട്ടുള്ള കയർ മേഖല, തഴപ്പായ മേഖല, അതുപോലെ തന്നെ കൈത്തറി മേഖല, ഇതൊക്കെ തന്നെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളനുസരിച്ച് ഇന്ന് കൊടുങ്ങല്ലൂർ പ്രദേശം അത് നഷ്ടപ്പെട്ടിരിക്കും. കൊടുങ്ങല്ലൂർ മാത്രമല്ല കേരളത്തിൽ മൊത്തം നഷ്ടപ്പെട്ടതിനനുസരിച്ച് കൊടുങ്ങല്ലൂരും ആ തൊഴിൽ മേഖല പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ദീർഘവീക്ഷണമായിട്ടുള്ള പദ്ധതികൾ വെക്കാനായിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും ഞങ്ങൾക്കൊരു ദീർഘവീക്ഷണമായിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടാണ് കൊടുങ്ങല്ലൂരത്തെ ടൂറിസം മേഖല. മുസ്ലിം പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാധ്യതകൾ, ഒരുപാട് ജലസ്രോതസ്സുകൾ, പുഴകൾ, കടലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടൂറിസം മേഖലയ്ക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തന്നെ ഏറ്റവും ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്ന എറണാകുളം ജില്ലയുടെ തൊട്ടരിയത്ത് കിടക്കുന്ന കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച്, തൃശ്ശൂരിനെ സംബന്ധിച്ച് നമുക്ക് ടൂറിസം മേഖലയാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. അവിടെ നമുക്കറിയാം ടൂറിസം മേഖലയോട് ബന്ധപ്പെട്ട് നമ്മൾ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. നേരത്തെ കൈസാബ് സൂചിപ്പിക്കേണ്ടായിരുന്നു. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ വലിയൊരു മാസ്റ്റർ പ്ലാൻ, ആ മാസ്റ്റർ പ്ലാൻ എന്ത് ചെയ്യും? കഴിഞ്ഞ 2 വർഷമായ മാസ്റ്റർ പ്ലാൻ ഇതുവരെയും അത് ചിത്രത്തിലേക്ക് വന്നിട്ടില്ല, കൗൺസിലേക്ക് വന്നിട്ടില്ല. 6 മാസമാണ് ഇതിൻ്റെ കാലാവധി. 45 വർഷം നടപ്പിലാക്കാൻ പറ്റാത്ത എന്ത് ടൂറിസം മേഖലയാണ് ഇനി ഇവർക്ക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് നടപ്പിലാക്കാൻ കഴിയുക? അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ടൂറിസം മേഖലയിലൂടെ ഇവിടുത്തെ സാധാരണക്കാർക്ക് ഉൾപ്പെടെയുള്ള തൊഴിൽ നഷ്ടപ്പെട്ട ആളുകൾക്ക് തൊഴിൽ മേഖല നമുക്ക് ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത്. അതിന് നമുക്കറിയാം കുടിൽ വ്യവസായങ്ങൾ, നമുക്കറിയാം ഒരു ടൂറിസ്റ്റ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് വരും ആ പ്രദേശത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവും. കാരണം ആ ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, കുടിൽ വ്യവസായമായിട്ട് താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, ഒരുപാട് ഫുഡ് കോർട്ടുകൾ നിർമ്മിച്ചുകൊണ്ട് അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്ന സമയത്ത് ഈ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾക്ക് ടാക്സി ഡ്രൈവർമാർക്ക് ടാക്സി ഓടിക്കൊണ്ട് അതിനുള്ള ഉപജീവനമാർഗം കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഒരു ടൂറിസം മേഖല കണ്ടെത്തണമെങ്കിൽ ഒരുപാട് ആളുകൾക്ക് നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ കൃഷി ഉൾപ്പെടെ നഷ്ടപ്പെട്ടിട്ടുള്ള തൊഴിൽ മേഖലകളൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് ടൂറിസം മേഖലയുടെ നമുക്ക് നടക്കും. അത് നരേന്ദ്രമോദി സർക്കാരും അതുപോലെ തന്നെ ടൂറിസം വകുപ്പ് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ സഹായത്തോടുകൂടി കൊടുങ്ങല്ലൂരിൽ ഒരുപാട്, അതുപോലെ തന്നെ ക്ഷേത്രം, നേരത്തെ കൈസാബ് സൂചിപ്പിച്ച മാതിരി ചരിത്രപ്രസിദ്ധമായിട്ടുള്ള കൊടുങ്ങല്ലൂർ ക്ഷേത്രം,
അതുപോലെ തന്നെ ചേരമാൻ ജുമാ മസ്ജിദ്, അതുപോലെ തന്നെ മാർത്തോമ പള്ളി ഉൾപ്പെടെയുള്ള തിരുവഞ്ചക്കുളം ക്ഷേത്രം ഉൾപ്പെടെയുള്ള ടി കെ സൂര്യൻ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഒരുപാട് കുലശേഖര കാലഘട്ടത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുങ്ങല്ലൂരുണ്ട്. ഇതൊക്കെ തന്നെ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ടൂറിസം മേഖലയിൽ നമുക്ക് ഒരുപാട് വികസന പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയും. അതുപോലെ തന്നെ നേരത്തെ പട്ടികജാതികൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ SC വിഭാഗത്തിന് കൊടുക്കുന്ന പ്രവർത്തനങ്ങളെ അദ്ദേഹം സൂചിപ്പിക്കേണ്ടായിരുന്നു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൂചിപ്പിക്കേണ്ടായിരുന്നു. എന്താണ് കൊടുക്കുന്നത്? കുറച്ച് ലാപ്ടോപ്പുകൾ. ഇല്ലെങ്കിൽ അതായത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വയ്ക്കുന്ന നിർബന്ധിത പദ്ധതികളാണത്. ഒരിക്കലും നഗരസഭ വയ്ക്കുന്ന പദ്ധതികൾ മാത്രമല്ല, അത് നിർബന്ധിതമായിട്ട് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഇന്ന പദ്ധതികൾ വെക്കണം, ഇന്ന വിഭാഗക്കാർക്ക് വെക്കണം എന്നുള്ള നിർബന്ധിത പദ്ധതികൾ. ആ പദ്ധതികൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SC വിഭാഗത്തിന് എന്ത് പദ്ധതികളാണ് ഇവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? 3 ചില്ലാൻ ഏക്കറ കൊടുങ്ങല്ലൂരിൻ്റെ മേഖലയുള്ള പുല്ലൂറ്റ് മേഖലയിൽ കഴിഞ്ഞ 10 വർഷം മുമ്പ് 3 ചില്ലാൻ ഏക്കറ പട്ടികജാതി വികസനത്തിന് വേണ്ടി മേടിച്ചിട്ട് 3 ചില്ലാൻ ഏക്കറ അതായത് നികുതി അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ കിടക്കുകയാണ്. ഭരണപരാജയമാണ്. ഒരുപാട് പൈസകൾ കൈക്കൂലി വാങ്ങിച്ച് അന്നത്തെ ഭരിക്കുന്ന ആളുകൾ LDF ഭരണമുന്നണി കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് 3 ചില്ലാൻ ഏക്കറ ഈ ചതുപ്പ് നിലം, കണ്ടേൽക്കാടുള്ള ചതുപ്പ് നിലം മേടിച്ചിട്ട് ഇന്നും SC വിഭാഗത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അത് വാങ്ങിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ആളുകൾ SC വിഭാഗത്തിൻ്റെ ആളുകൾക്ക് വീടും സ്ഥലവും ഇല്ലാത്ത ആളുകൾക്കുണ്ട്. അതിനും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അതെങ്ങനെ ചെയർമാനെ, അത്തരമൊരു ആരോപണം വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ വസ്തുതയല്ല. കാരണം അന്ന് SC വിഭാഗത്തിന് വാങ്ങിച്ചിട്ടുള്ള സ്ഥലമാണ്. ആ സ്ഥലം വാങ്ങിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അന്നത്തെ BJPയുടെ കൗൺസിലർ കൂടി VG ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുണ്ട്. ആരെങ്കിലും അഴിമതി നടത്തിയത് പറയുന്നത് യാഥാർത്ഥ്യമല്ല. പക്ഷേ ആ സ്ഥലം പിന്നീട് മഴക്ക് മുമ്പാണ് ആ സ്ഥലം എടുക്കുന്നുണ്ടായത്. അതിനുശേഷം പിന്നെ മഴ വരെയും അത് ചെറിയ കുഴിയും ഇതായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് മാറി. ഇപ്പോൾ അതിൻ്റെ ചില അന്വേഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം ഇരിക്കുന്നൊരു സ്ഥലത്തിനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കൂടുതൽ പറഞ്ഞാൽ ശരിയില്ല. എന്തായാലും അവർക്ക് ആവശ്യമായ പദ്ധതി അവിടെ എന്തെങ്കിലും നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് നഗരസഭ ആലോചിക്കുന്നത്. അത് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ വിഭാഗക്കാർക്ക് തന്നെ അത് ഉപയോഗിക്കാൻ കഴിയാവുന്ന രൂപത്തിലേക്ക് കൊടുക്കുന്ന നഗരസഭ അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും. ജോണി കൗൺസിലറോടെ തീർച്ചയായും വളരെ വേഗം നമുക്ക് അടുത്ത പ്രതിനിധിയിലേക്ക് കൂടെ ഒന്ന് പോകണം. തീർച്ചയായും പറഞ്ഞോളൂ. തീർച്ചയായും. അതുകൂടാതെ തന്നെ നാരായണമംഗലത്ത് പട്ടികജാതിക്കാർക്ക് വേണ്ടി പച്ചത്തേങ്ങ സംസ്കരണ ഒരു യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മിഷൻ ഇന്ന് തുരുമ്പെടുത്ത് നശിക്കുന്നു. അതൊന്ന് തുടങ്ങി വെക്കാൻ പോലും കഴിഞ്ഞില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് അതിനു വേണ്ടി. അപ്പോൾ SC വിഭാഗത്തിന് വേണ്ടി ഇവരൊന്നും ചെയ്യുന്നില്ല. കുറേ മിഷനറി സാധനങ്ങൾ മേടിച്ചിടുക, സ്ഥലങ്ങൾ മേടിച്ചിടുക, അതിൻ്റെ അന്ന് കിട്ടുന്ന എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് വെക്കുക എന്നല്ലാണ്ട് അവർക്ക് വേണ്ട ഒരു സംവിധാനവും SC വിഭാഗത്തിന് വേണ്ടി ചെയ്യുന്നില്ല. അതുമാതിരി തന്നെ ലാൻഡ് ഇംപ്ലേസിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ സൂചിപ്പിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറന്നു പോകണമെന്ന് വെച്ചാൽ ലാൻഡ് ഇംപ്ലേസിൻ്റെ കാര്യം പറഞ്ഞു. 12 കുടുംബങ്ങൾക്ക് വീട് കഴിഞ്ഞ 14 വർഷമായിട്ട് അവരെ കുടിയിറക്കിക്കായിരുന്നു. നിരവധി സമര പോരാട്ടങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ പിന്നിൽ നടത്തിയത്. അതിൻ്റെ ഫലമായി തന്നെയാണ് അത് പണിത് കൊടുത്തത്. നിർബന്ധിതമായിട്ട് പണിത് കൊടുക്കേണ്ട വന്നാണ്. ഇന്നത് 14 വർഷം വാടക വീട്ടിൽ ജീവിക്കേണ്ട അവസ്ഥയായിരുന്നു അവർക്ക്. 14 വർഷം 5000-6000 രൂപ വാടക കൊടുത്ത് ഓരോ മാസം ഒരു 14 വർഷം സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പണിക്കാർ, BPLകാരായിട്ടുള്ള കൂലിപ്പണിക്കാർ താമസിക്കേണ്ട ഗതികേട്ടിലേക്ക് വരുത്തിയത് ഇവിടുത്തെ ഭരണസമിതിയാണ്. 14 വർഷം വേണ്ടി വന്ന് ഒരു സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടായിട്ട് അവിടെ ഒരു ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കാൻ, അതും MLA ഫണ്ടിൽ നിന്ന്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പൊതുവെ നടക്കുന്നത്. കൂടാതെ തന്നെ താലൂക്ക് ആശുപത്രിയുടെ കാര്യം പറഞ്ഞു. താലൂക്ക് ആശുപത്രി സംബന്ധിച്ച് നമ്മൾ അടുത്ത ദിവസം തന്നെ മാതൃഭൂമിയിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. ഇവിടുത്തെ പൊതുപ്രവർത്തകരായിട്ടുള്ള 2 പേര് കൊടുത്തിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ICU ഉൾപ്പെടെയുള്ള തുറന്നു കൊടുക്കണമെന്ന്. കഴിഞ്ഞ നിരവധി വർഷം ICU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ക്ലബ്ബ്, ഒരു പൊതു സാംസ്കാരിക സംഘടനയായിട്ടുള്ള ക്ലബ്ബ് സ്പോൺസർ ചെയ്താണ്. ഇതുവരെയും ICU തുറന്നു കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. 5 നില ബിൽഡിംഗ് ഇവിടെ നിന്ന് ഊറ്റം കൊള്ളുന്നുണ്ട്. ഈ 5 നില ബിൽഡിംഗ് പ്രാവർത്തികമാക്കാനായിട്ട് ഒരു നമ്പർ ഇട്ട് കൊടുക്കാനായിട്ട് ഇതുവരെ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ലൈസൻസ് മേടിച്ച് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഫ്രണ്ടിൽ റൂഫ് നിർമ്മിച്ചിട്ട് ഇന്ന് എല്ലുകൾ മാത്രം നിൽക്കുന്ന രീതിയിൽ അതിൻ്റെ ഷീറ്റുകൾ മുഴുവൻ രണ്ടാമത് പൈസ കൊടുത്ത് പൈസ നഷ്ടപ്പെട്ട് അത് മാറ്റിയെടുക്കേണ്ട ഒരു അവസ്ഥ കൊടുക്കുന്ന താലൂക്ക് ആശുപത്രി മുമ്പിൽ പോയാൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമി സിസ്റ്റം ഇതുവരെയും താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒരു ഡോക്ടർ ഇരിക്കുന്ന സംവിധാനമാണ്. സാധാരണ MBBS പഠിച്ചു വന്നിട്ടുള്ള ഒരു ഡോക്ടർ ഇരിക്കുന്ന സംവിധാനമാണ്. ഏകദേശം 65 കിലോമീറ്റർ അപ്പുറത്ത് മെഡിക്കൽ കോളേജിലേക്ക് പോകണം. ഇവിടെ ഒരു കാർഡിയോളജി, നെഞ്ചുവേദന വന്നിട്ടുള്ള അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു അസുഖം വന്നിട്ട് കാർഡിയോളജി വിഭാഗം ഇവിടെ ഇല്ല. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളില്ലാത്തതിൻ്റെ പേരിൽ താലൂക്ക് ആശുപത്രിയിലെ പ്രവർത്തനം വളരെ മോശമാണ്. കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള 3 വെൽനസ് സെൻ്ററാണ് ഈ സമയത്ത് കൊടുങ്ങല്ലൂർ നഗരസഭ പ്രദേശത്ത് 3 വാർഡുകളിൽ
സൗജന്യം മുഴുവൻ തുക ഏകദേശം 3 കോടി രൂപ അടുത്ത് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ആരോഗ്യ മേഖലയിൽ നൽകുള്ള വെൽനസ് സെൻ്ററാണ് ഇന്ന് ഏക ആശ്രയം. അതുകൂടാതെ തന്നെ 2021-22 വർഷം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ഗ്രാൻഡ് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി കൊടുത്തിട്ടുള്ള 63 ലക്ഷം രൂപ ഈ ഏകദേശം 3 വർഷം പിന്നിട്ടിട്ടും അതിനൊരു പദ്ധതി വയ്ക്കാനോ ആ ഫണ്ട് വിനിയോഗിച്ച് ഒരു പദ്ധതി നടപ്പിലാക്കാനും പോലും കഴിയാത്ത ഈ ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കാൻ കഴിയാത്ത കഴിവ് കേട്ട ഒരു ഭരണസമിതിയാണ് കൊടുങ്ങല്ലൂർ നഗരസഭ. വീണ്ടും ആരോപണം വരുന്നത് ആരോഗ്യ മേഖല രംഗത്ത് തന്നെയാണ്. താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ രാത്രികാലങ്ങളിൽ, കാരണം മുസ്ലിംസ് പദ്ധതി അടക്കം ഇതുപോലെ ഏറെ പേർ വന്നു പോകുന്നൊരു നഗരത്തിൽ വലിയൊരു അത്യാധുനിക സംവിധാനത്തിലുള്ളൊരു ആശുപത്രി ഇല്ല എന്ന് പറയുന്നത് പോരായ്മ തന്നെയല്ലേ നിലവിൽ? കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി അല്ല, സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം 1 മണി വരെ നമ്മുടെ ആശുപത്രി ടൈം. അത് കഴിഞ്ഞാൽ പിന്നെ താലൂക്ക് ആശുപത്രിയിൽ സാധാരണ ഒരു OP ഡോക്ടർ ഉണ്ടാവും. കൂടാതെ പ്രത്യേക ഘട്ടങ്ങളിൽ നഗരസഭയുടെ ഫണ്ട് വെച്ചുകൊണ്ട് ഡോക്ടർമാർ വെക്കാറുണ്ട്. പനി കൂടുന്ന സമയത്ത്, മഴ വരുന്ന സമയത്തൊക്കെ വെക്കാറുണ്ട്. അവിടെ ഇരിക്കുന്ന ഡോക്ടർ മാറി 2 ഡോക്ടർമാർ ഇരിക്കാറുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങൾക്കാണ് ഡോക്ടർ വെക്കണത്, എമർജൻസി കേസുകൾക്കാണ് ഡോക്ടർ വെക്കണത്. അവിടെ പനിയും തലവേദനയേക്കാൾ ഉപരി ഒരു നെഞ്ചുവേദനയോ അല്ലെങ്കിൽ മറ്റു അസുഖങ്ങൾ വന്നാൽ ആ ഡോക്ടർക്ക് എണീറ്റ് പോകേണ്ട സാഹചര്യം ഉണ്ടാവും. അങ്ങനെ എണീറ്റ് പോയി അവിടെ ആളെ ചികിത്സിക്കുന്ന സ്ഥിതി ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഒട്ടും കഴിയാത്ത സാഹചര്യം വരുമ്പോൾ കാർഡിയോളജി നോക്കേണ്ട സ്ഥിതി വന്നാൽ ചിലപ്പോൾ മെഡിക്കൽ കോളേജ് കുറച്ചും കൂടിയും ഉയർന്ന തലത്തിലേക്ക് മാറ്റുന്ന സ്ഥിതി ഉണ്ടാവാറ്. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിനെ മോശപ്പെട്ട രൂപത്തിലേക്ക് പറയുന്നത് പ്രൈവറ്റ് ആശുപത്രികൾക്ക് സുഖിപ്പിക്കുന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ പ്രതിപക്ഷവും പറയുന്നത്. അപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ അപ്ഡേഷൻ വരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഉള്ളൊരു സംവിധാനം പോലും തുറന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ്. കാർഡിയോളജി ഇപ്പോൾ ഈ കൊറോണ സമയത്താണ് അവിടെ ട്രസ്റ്റ് വർക്ക് നടത്തിയിട്ടുള്ളത്. ആ ട്രസ്റ്റ് വർക്ക് ഞങ്ങളിപ്പോൾ HMC കൂടി പൊളിച്ചു മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. പൊളിച്ചു മാറ്റിയ ശേഷം ഇപ്പോൾ അവിടെ ഫയറിൻ്റെ സംവിധാനങ്ങളായിട്ടുണ്ട്. നമ്പർ ഇടാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ICU നിർമ്മാണം നടക്കാൻ വേണ്ടി പോവുകയാണ്. കാർഡിയോളജി ഡോക്ടർ വരും. അപ്പോൾ അവിടെ കാർഡിയോളജി വന്നു കഴിഞ്ഞാൽ താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ 2000-ഓളം ആൾ വരുന്ന തീരദേശ മേഖലയിലെ ഏറ്റവും വലിയ ആശുപത്രിയാണ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ നമുക്ക് പരിശോധിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിനെ അഭിമുഖീകരിക്കുന്ന ഒരുപാട് സാധാരണക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ ആ ആളുകൾക്ക് ഗുണം ചെയ്യുന്നൊരു ആശുപത്രിയാണ് താലൂക്ക് ആശുപത്രി. അത് വെൽനസ് സെൻ്റർ എന്നുള്ളവർക്ക് ഈ പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്നല്ല കണ്ടത്. ഇവിടെ ഇപ്പോൾ ആരോഗ്യ മേഖല ലോക നിലവാരത്തിലാണ്. ആരോഗ്യമേഖല കേരളം ലോക നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു കൊറോണ വന്നപ്പോൾ തന്നെ. അത് മറ്റു സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ ആരോഗ്യ മേഖല എന്താണുള്ളത്? ഇവിടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസവും ആരോഗ്യവും 1-ാം സ്ഥാനത്ത് തുടർച്ചയായിട്ട് നീതി ആയോഗിൻ്റെ കണക്കാണ് പറയുന്നത്. ഇന്ത്യ രാജ്യത്തെ കണക്കുകൾ പറയുന്നത് നീതി ആയോഗാണ്. ഈ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും കേരളം ഉന്നത നിലവാരം ഉയർത്തുന്നു. അല്ല, അങ്ങനെ ഉള്ളപ്പോൾ പോലും ചില പോരായ്മകളാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. ഓക്കെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു ക്ഷേത്രനഗരിയെക്കുറിച്ച് ആങ്കർ ചോദിക്കുന്നുണ്ട്. ക്ഷേത്രനഗരി നമുക്കറിയാം, ഇവിടെ 2011 അതായത് ഒരു നഗരസഭ ഇരിക്കുന്ന സമയത്ത് അവിടെ ഗവൺമെൻറ്, പിണറായി ഗവൺമെൻറ് ആയിക്കോട്ടെ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആയിക്കോട്ടെ, ഇവിടെ KP രാജേന്ദ്രൻ ആയിക്കോട്ടെ, TN പ്രതാപൻ ആയിക്കോട്ടെ. TN പ്രതാപൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 2011 വന്നപ്പോൾ ഇവിടെ കണ്ടുന്ന ഏറ്റവും വലിയൊരു പോരാഴികയായിരുന്നു. ഒരു നഗരസഭ അദ്ദേഹത്തോട് പറയാൻ പോയില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഈ ക്ഷേത്രത്തിന് ചുറ്റും. കാസർഗോഡ് നിന്ന് കന്യാകുമാരിക്ക് പോകുന്നവർ, കന്യാകുമാരിയിൽ നിന്ന് കാസർഗോഡ് പോകുന്നവരെല്ലാവരും കാണുന്നത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു ഗുമ്മലാണ്. കുമ്മൽ എന്ന് പറയും, മണം, സ്മെല്ല്. ഈ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ഈ ഹോട്ടൽ മാലിന്യങ്ങളെല്ലാം ഈ അമ്പലത്തിന് ചുറ്റുള്ള ഡ്രൈനേജ് ബ്ലോക്കായിട്ട്. പിന്നെ അതുപോലെ തന്നെ മഴ ചാറിക്കഴിഞ്ഞാൽ വലിയ വലിയ കുളങ്ങളാണ്. ഞങ്ങളുടെ പടാകുളം, കമ്പംകുളം, മാടംകുളം എന്നൊക്കെ പറയും. എല്ലാ കുളങ്ങളും ഈ റിംഗ് റോഡിൽ വരുമായിരുന്നു. അദ്ദേഹം തന്നെ ആരുടെയും നിർദ്ദേശമില്ലാതെ അത് മുഴുവൻ ഇന്ന് 10, 12, 13 കൊല്ലമായി ആ റിംഗ് റോഡ് നിർമ്മിച്ചിട്ട് ഒരു കുഴി പോലും അവിടെ ഇല്ല. അതുപോലെ മുഴുവൻ ഡ്രൈനേജുകളും മനോഹരമാക്കി. അതായത് ഉത്തരവാദിത്തപ്പെട്ട സമയത്ത് അവിടെ ഉത്തരവാദിത്തപ്പെട്ട നഗരസഭയുടെ ഭാഗത്തുനിന്നില്ലെങ്കിലും അവിടെ MLA ഉണ്ടെങ്കിൽ അത് ചെയ്യാമായിരിക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞ് ടൂറിസം ഞങ്ങൾ വലിയൊരു പദ്ധതിയായിട്ട് കൊണ്ടുവരും. സത്യം വിഷമമുണ്ട്. കാരണം 9 കൊല്ലമായി കോട്ടപ്പുറത്താണ് ഈ മുസ്ലിംസിൻ്റെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടക്കുന്നത്. 9 കൊല്ലത്തിന് മുന്നേ അവിടെ 16 ബോട്ടുകളോളം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി സർവീസ് നടത്തിയിരുന്നു. എണ്ണി നോക്കണം, 16 ബോട്ടുകൾ. സ്കൂൾ കുട്ടികൾക്കായാലും വിനോദസഞ്ചാരികൾക്കായാലും എല്ലാവർക്കും ബോട്ട് സർവീസ് നടത്തിയിരുന്നു. ഇന്ന് എല്ലാം കട്ടപ്പുറത്ത്. ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരെ പേടിച്ചിട്ട്, കൊടുങ്ങല്ലൂരുള്ള കോട്ടപ്പുറത്തുള്ള ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരെ പേടിപ്പിച്ചിട്ട് എല്ലാ ബോട്ടുകളും പറവൂർ പാലത്തിനടിയിൽ കൊണ്ട് കെട്ടിയിട്ടേക്കാണ്. 14 ബോട്ട് കെട്ടിയിട്ടേക്കാണ്. ഒരാളും ചോദിക്കാനില്ല. അതുപോലെ തന്നെ 10ൻ്റെ പൈസ ഈ 9 കൊല്ലമായിട്ട് ഈ ടൂറിസത്തിന് വേണ്ടി ഈ കോട്ടപ്പുറം പ്രദേശത്തോ കൊടുങ്ങല്ലൂർ പ്രദേശത്തോ ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ല. 100% അവഗണനയാണ്. ടൂറിസം എന്ന് പറഞ്ഞാൽ മുസ്ലിംസിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ അവഗണനയാണ്. അതായത് ഇവിടെ വരാൻ പോകുന്ന,
അത് കേന്ദ്ര ഗവൺമെൻറ് രാജ്യം മുഴുവൻ ഈറ്റ് സീറ്റ് പ്രഖ്യാപിച്ചു. അതായത് ഇന്ത്യ മുഴുവൻ 100 ഈറ്റ് സീറ്റ് പ്രഖ്യാപിച്ചു. അതിൽ 4 കേരളത്തിലേക്ക് പ്രഖ്യാപിച്ചു. ഞാൻ MLAയുടെ PAയെയും MLAയെയും നേരിട്ട് കണ്ടു പറഞ്ഞു, നമ്മൾക്കൊരു പേപ്പർ വർക്ക് നടത്തി കഴിഞ്ഞാൽ ഈ സാധനം നമ്മുടെ കൊടുങ്ങല്ലൂർ നഗരസഭ കിട്ടും. ഈറ്റ് സീറ്റ്, ഭക്ഷണത്തെരുവ്, ഒന്നും ചെയ്യണ്ട, എല്ലാം അവിടെ റെഡിയാണ്. പക്ഷേ അനങ്ങിയില്ല. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഞാനവിടെ കൗൺസിലുകൾ ഇരുന്നിട്ട് ഒട്ടനവധി പ്രാവശ്യം പറഞ്ഞു, നമുക്കത് നഗരസഭയ്ക്കൊരു പ്രമേയം പാസ്സാക്ക്, ഈറ്റ് സീറ്റ് കൊണ്ടുവരാൻ. നടന്നില്ല. അത് ഒന്ന് ആലപ്പുഴക്കും പോയി, ഒന്ന് കോഴിക്കോടുക്കും പോയി. അതായത് പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പൊതുവെ പ്രതിപക്ഷങ്ങളില്ല, കൗൺസിൽ വന്നു കഴിഞ്ഞാൽ ഭരണസമിതിയാണല്ലോ. എന്നാൽ പോലും അത്തരം നിങ്ങളുടെ ഒരു ആശയങ്ങളെയോ നിങ്ങളുടെ നിർദ്ദേശങ്ങളെയോ ഒന്നും ഭരണസമിതി എടുക്കുന്നില്ലെന്നാണോ പറയുന്നത്? ഒരു മുഖവിലക്കെടുക്കില്ല. കാരണം ഞാൻ വളരെ ഉത്തരവാദിത്തോടെ ഇവിടെ കൗൺസിലുകളിൽ ബജറ്റ് പ്രസംഗം നടക്കും. ഒരാൾ ഇവിടെ എഴുതിയെടുക്കാനില്ല. ഈ ബജറ്റ് കൈസാവ് പ്രസംഗിക്കും, നമ്മുടെ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കും, ഇവിടെ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ എല്ലാവരും പ്രസംഗിച്ചെഴുന്നേറ്റ് പോകും. 14 വർഷമായി ഞാൻ കാവിൽക്കടവ് തോടിൻ്റെ കാര്യം ഞാൻ എല്ലാ വിഷയം പറയും. കോട്ടപ്പുറം മാർക്കറ്റ്, ചരിത്രപരമായ കോട്ടപ്പുറം മാർക്കറ്റ്, എന്തെങ്കിലും ഒന്ന് ചെയ്തെന്ന് പറയാൻ പറ്റുമോ? വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് ഒരു ഗതാഗതം, ഇപ്പോഴും ഒരു ആസ്പത്രി കേസ് വന്നാലോ എന്തെങ്കിലും ഒരാൾക്ക് യാത്ര പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് പതിച്ചു പോയിരിക്കണം. അങ്ങനെ മാർക്കറ്റ് വികസനമായാലും കുടിവെള്ളം. ഇപ്പോൾ നേരത്തെ ഇവിടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പെട്ടെന്ന് അറിഞ്ഞാണോ എന്നറിയില്ല, KP രാജേന്ദ്രൻ എന്ന് പറയും. ഒരു KP രാജേന്ദ്രനല്ല കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ 2011 ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റും TN പ്രതാപനും ഇവിടെ വരുന്ന സമയത്ത് അവിടെ ഒരു ആശുപത്രി കെട്ടിടത്തിന് നിർമ്മാണം തുടങ്ങിയിട്ടില്ല. 2013 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആശുപത്രി കെട്ടിടം വന്നത്. അദ്ദേഹം 2016 പോകുമ്പോൾ മുഴുവൻ പണിയും തീർത്തിട്ടാണ് അദ്ദേഹം പോയത്. ഇപ്പോൾ 9 കൊല്ലമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ കൊടുങ്ങല്ലൂർ അനുഭവിക്കുന്നത് ഇതൊന്നുമല്ല, കുടിവെള്ള പ്രശ്നം. കൊടുങ്ങല്ലൂർ മേത്തല തുടങ്ങി, പടന്ന തുടങ്ങി, കോട്ടപ്പുറം, കോട്ട തുടങ്ങി മുഴുവൻ പ്രദേശങ്ങളിലേക്കും കുടിവെള്ള പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ്? ഇതുപോലെ 2011 ഉത്തരവാദിത്തപ്പെട്ട MLA വന്നു. അദ്ദേഹം 2 വർഷങ്ങൾക്ക് ശേഷമാണ് അരാകുളത്തിൻ്റെ കല്ലിട്ടുകൊണ്ട് പുതിയ വാട്ടർ ടാങ്ക് നിർമ്മിച്ച് പ്രദേശം മുഴുവൻ VP തിരുത്ത് തുടങ്ങിയുള്ള മുഴുവൻ പ്രദേശങ്ങളിലേക്കും കുടിവെള്ള പൈപ്പ് കണക്ഷൻ കൊടുത്തു. എല്ലാവർക്കും കുടിവെള്ളം. പക്ഷേ ഈ പറഞ്ഞ VK രാജനായാലും മീനാക്ഷി തമ്പാനായാലും KP രാജേന്ദ്രനായാലും ഇവിടെയുള്ള മുഴുവൻ LDFിൻ്റെ MLAമാരും ഇപ്പോഴത്തെ മന്ത്രിയായിരുന്നു, VK രാജനോട് മന്ത്രിയായിരുന്നു, മൺമറഞ്ഞ VK രാജൻ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനടക്കം ഒരുക്കുന്ന ചാപ്പാറ, പുല്ലൂറ്റ് മേഖലയിൽ 16 ദിവസം കഴിഞ്ഞാലും വെള്ളം കിട്ടുന്നില്ല. ഇപ്പോൾ അവിടേക്ക് ഇതൊക്കെ ഭരണപരാജയമാണ്. അവിടെ MLAയുടെ പരാജയമല്ല, MLA കൊണ്ട് ചെയ്യിക്കാൻ പറ്റിയ പ്രാപ്തരായ ആളാണ് ഈ ഇരിക്കുന്ന 22 പേരും, ചെയർപേഴ്സൺ അടക്കം, ഇവിടെ ഭരിക്കുന്നതടക്കം. അങ്ങനെ മുഴുവൻ സമയത്തും അതായത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ചെലവഴിക്കുന്ന ഒരു കിട്ടുന്ന പൈസ ചെലവഴിക്കാനുള്ള ഒരു മാധ്യമമായി നഗരസഭ മാറിയിരിക്കുകയാണ്. ഫണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഫണ്ട് വിഹിതത്തിൽ എങ്ങനെയാണ് ഭരണ പ്രതിപക്ഷ വേർതിരിവുകളോ വിവേചനങ്ങളോ ഒക്കെ ഉണ്ടോ? വേർതിരിവുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് പരാതിയില്ല. കാരണം എനിക്ക് യാതൊരു പരാതിയും ആ ഒരു കാര്യത്തിലില്ല. അതായത് കോൺഗ്രസ് കൗൺസിലർ എന്നുള്ള ഒരാളുള്ള എനിക്കെന്തായാലും ഒരു പരാതിയില്ല. ബാക്കി പരാതി അവർ നോക്കിക്കോട്ടെ. പിന്നെ സ്ഥിരമായി നമ്മൾ എന്തായാലും നമ്മളുടെ ഭരണ കാര്യങ്ങളായ ചർച്ചയിലായാലും എന്തായാലും ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള ലെവലിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര ഗവൺമെൻറ് അമൃത പദ്ധതി. കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ്. ഈ ആശാ വർക്കർമാർ ഇവിടെ നടക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്. ഇവിടെ അംഗൻവാടി ടീച്ചർമാരും അംഗൻവാടി കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്. ഇവിടെ നടക്കുന്ന ഈ പറഞ്ഞ ഡിസ്പെൻസറികൾ, ആസ്പത്രികൾ മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളാണ്. പിന്നെ ക്ഷേമ പെൻഷനുകൾ ഇപ്പോഴും അപേക്ഷിക്കുമ്പോൾ അത് ഇന്ദിരാഗാന്ധി ക്ഷേമ പദ്ധതിയാണ്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഒരു രാജ്യത്ത് ഒരു ഫെഡറൽ സംവിധാനം രാജ്യത്ത് ഒരു നരേന്ദ്രമോദിയല്ല മൻമോഹൻ സിംഗ് അല്ല ഇരുന്നാലും അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അത് എന്തെങ്കിലും ഒരു പദ്ധതി ചെയ്യുമ്പോൾ ഇത് മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇത് മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് കാലാനുസൃതമായി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ PMAYയുടെ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊണ്ടൊന്ന് വല്ലതും നടക്കുമോ? അത് സംസ്ഥാന ഗവൺമെൻറ്റിനും വേണ്ടി വരും, നഗരസഭയുടെയും. അത് സംയുക്തമാണ്. അതൊന്നും എടുത്തു പറഞ്ഞ് ഞങ്ങളാണെല്ലാം എന്ന് പറയുന്ന രീതി BJP പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. ഓക്കെ, എന്തായാലും നമുക്ക് സമയപരിമിതിയുണ്ട്. എന്തായാലും അവസാനം ഈ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് അതായത് കടപ്പുറം അത്തരം മേഖലകളിലേക്ക് വരുമ്പോൾ വിവേചനം കാണിക്കുന്ന, അവിടങ്ങളിലൊന്നും വികസനങ്ങൾ എത്തുന്നില്ല, പല പദ്ധതികളും നടപ്പിലാക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് എന്താണ് നഗരസഭയ്ക്ക്, അത് ഒരു ചെയർപേഴ്സൺ എന്ന നിലയിൽ എങ്ങനെയാണ് ഭരണസമിതിയുടെ ഒരു വീഴ്ചയാണോ അത്? ഒരിക്കലും വീഴ്ചയല്ല. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ വിചാരിച്ചു കോൺഗ്രസിൻ്റെ പ്രവൃത്തിയും BJP പ്രവൃത്തിയും ഒറ്റക്കെട്ടാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ആശാവർക്കർമാരുടെ കാര്യം ഇതൊക്കെ പറയുമ്പോൾ BJP നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, സർക്കാരിൻ്റെ ഭാഗത്തായിട്ട് ബന്ധപ്പെട്ടാണ്. അതിപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞത് നന്നായി. കാരണം അവർ യോജിച്ചല്ല പോകണമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ചില ഘട്ടങ്ങളിൽ യോജിച്ച് പോകുന്നൊരു സ്ഥിതി ഉണ്ടാവാറുണ്ട്.
ചിലപ്പോൾ പ്രതിപക്ഷവും ഇറങ്ങിപ്പോകുമ്പോൾ രണ്ടാളും ഒന്നിപ്പിച്ച് ഇറങ്ങിപ്പോകുന്ന സ്ഥിതി ഇവിടെ ഉണ്ടാവാറുണ്ട്. പല വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന പല വികസന പോണ സമയത്ത് ചില ഘട്ടങ്ങളിൽ ഉണ്ടാവാറുണ്ട്. എന്തായാലും വിവേചനം നടക്കണില്ല ഇവിടെ. ഞങ്ങളെ സംബന്ധിച്ച് ചർച്ചയിൽ ജനങ്ങൾ വിശ്വസിക്കും. ഒരു കാരണവശാലും BJP ഇറങ്ങിപ്പോയപ്പോ ഒരു കൗൺസിൽ കോൺഗ്രസ് കൗൺസിൽ ഇറങ്ങിപ്പോയില്ല. വിവേചനമില്ല. കാരണം എല്ലാ കൗൺസിലർമാർക്കും തുല്യമായിട്ട് ഫണ്ടൊക്കെ ഉണ്ട്. ചിലപ്പോൾ എനിക്ക് 10 ലക്ഷം കിട്ടുമ്പോൾ പ്രതിപക്ഷ നേതാവിന് 12 ലക്ഷം കിട്ടും. ചിലപ്പോൾ എനിക്ക് 8 കിട്ടുമ്പോൾ ചിലപ്പോൾ എനിക്ക് 7 കിട്ടുള്ളൂ. അത് വ്യത്യസ്തമായിട്ട് റിവിഷൻ വരുമ്പോൾ വ്യത്യസ്തമായിട്ട് ഫണ്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ മേഖലയിലേക്ക് കൃത്യമായി എത്തുന്നില്ല എന്ന് പറയുന്നു. പൊതുമരാമത്തായിട്ട് ബന്ധപ്പെട്ട് പശ്ചാത്തല മേഖലയിലാണ് കൂടുതൽ വെക്കാറ്. അവർ കാനകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അംഗനവാടി മെയിൻ്റനൻസ്, അതുപോലെ തന്നെ പോസ്റ്റ് ഇട്ട് സ്ട്രീറ്റ് വെച്ച് ലൈറ്റ് ഇടാൻ വേണ്ട പദ്ധതികൾ, അത് നഗരവൽക്കരണം നന്നായിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ്. നേരത്തെ കുടിവെള്ളത്തിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ MLA യുടെ ബഡ്ജറ്റിൽ വെച്ചുകൊണ്ട് 75 കോടി രൂപയുടെ ബഡ്ജറ്റിൽ ഇപ്പോൾ നമ്മുടെ നഗരസഭയുടെ അനുമതി ചോദിച്ചിട്ടുണ്ട്. അവിടെ കുടിവെള്ളത്തിന് ടാങ്ക് പണിയാൻ വേണ്ടി പോകണം. ഇപ്പോൾ നിലവിലുള്ള ടാങ്ക് എന്ന് പറയുന്നത് അതിൻ്റെ പൈപ്പുകൾ മുഴുവൻ പഴയ കാലത്താണ്, എല്ലാം ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുടിവെള്ളത്തിന് ചില പ്രയാസങ്ങൾ, ചില സ്ഥലത്ത് പൈപ്പ് പൊട്ടുന്ന സ്ഥിതികൾ വരുന്നുണ്ട്. അത് മാറ്റി 75 കോടി പദ്ധതി നടപ്പാക്കാൻ വേണ്ടി പോകണം. നഗരസഭയുടെ ആസ്ഥാനം പുതിയ പണിയാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ എല്ലാം പുതിയ തലത്തിലേക്ക് വലിയൊരു വികസനമാണ്. ഇപ്പോൾ ടൂറിസത്തിൻ്റെ കാര്യം പറഞ്ഞു. ടൂറിസം നടക്കാൻ പോകണമെന്താണ് തിരുവനന്തപുരം ജില്ലാ കോളേജിലെ കുട്ടികളായിട്ട് ബന്ധപ്പെട്ട് അവരെല്ലാ വാർഡുകളിലും പോയി അതിൻ്റെ വികസന കാഴ്ചപ്പാട് കണ്ടിട്ടുണ്ട്. ഇനി എവിടെയാണോ നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് അതിനെ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും കൂടെ നഗരസഭ ടൂറിസത്തിന് വലിയ മേൽക്കൈ നേടാൻ വേണ്ടി പോവുകയാണ്. ആവശ്യമായ പദ്ധതികളിന് ആവശ്യമായ നിലപാടുകൾ, ആവശ്യമായ സാമ്പത്തികം ഇതുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ബോട്ട് മുസ്ലിംസും നഗരസഭയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മുസ്ലിംസ് വേറെ, നഗരസഭ വേറെ. എങ്കിലും മുസ്ലിംസിൻ്റെ അവിടെ ബോട്ടുകൾ കെട്ടിക്കിടക്കുന്നുണ്ടോ ഇന്ത്യയിൽ പരിശോധിക്കപ്പെടാൻ നഗരസഭ തയ്യാറാവാറുണ്ട്. അവിടെ എല്ലാ കാലവും അന്വേഷിക്കാറുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാണല്ലോ. എവിടെയെങ്കിലും എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായാൽ കൃത്യമായി നഗരസഭയുടെ ഭരണ സംവിധാനം ചലിക്കുന്നത് ഇവിടെ ജനങ്ങൾ കാണാനാണ്. അതുമായി ബന്ധപ്പെട്ട ആളുകളെ വിശ്വാസം എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസം തന്നെയാണ് ഈ 45 കൊല്ലക്കാലമായിട്ട് നഗരസഭയിലേക്ക് പിന്തുണ, തുടർന്നും ജനങ്ങളുടെ പിന്തുണ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് സമയപരിമിതി ഉണ്ട്. വേഗം എന്തായാലും തീർച്ചയായും വേഗം എന്തായാലും ഒരു കാര്യം തുറന്ന് സമ്മതിച്ചെന്ന ആകെ ഒരു സംശയം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനി പ്രതിപക്ഷ BJP ആയിട്ടൊരു സഖ്യമുണ്ടോയെന്ന് കോൺഗ്രസിന് സംശയം ഉണ്ടായിരുന്നു. ആ സംശയം തീർക്കാവുന്ന മറുപടിയാണ് കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം തീർച്ചയായും ശരി. കഴിഞ്ഞ 4 ചില്ലാൻ വർഷമായിട്ട് LDF ഭരണസമിതിന പല ആപത്ത് ഘട്ടങ്ങളിലും അവിശ്വാസ പ്രമേയം ഉൾപ്പെടെയുള്ള ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള ആപത്ത് ഘട്ടങ്ങളിൽ സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവർക്ക് കിട്ടുന്ന, അതായത് LDFിൻ്റെ 22 വാർഡിലേക്ക് കിട്ടുന്ന ഫണ്ട് കോൺഗ്രസിൻ്റെ ഒരു വാർഡ് കൗൺസിലർക്ക് കിട്ടുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 3 വർഷമായി, കഴിഞ്ഞ 2023-24 വർഷം ഞങ്ങൾക്ക് 21 കൗൺസിലർമാർക്ക് 7 ലക്ഷം രൂപ റോഡിന് നൽകിയപ്പോൾ 10 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെയാണ് ഈ LDFിൻ്റെ കൗൺസിലർമാർക്ക് നൽകിയത്. അന്നത്തെ ചെയർമാനും വൈസ് ചെയർമാനും ഏകദേശം 1/2 കോടി രൂപ, 50 ലക്ഷം രൂപ താഴെയാണ് അവരെ 2 വാർഡുകളിലേക്ക് കൊടുത്തത്. ഈ 2025-26 വർഷത്തെ പദ്ധതി വെച്ചത് ഞങ്ങൾക്ക് കിട്ടിയത് 7 ലക്ഷം രൂപയാണ്. ഇവർക്ക് വെച്ചിരിക്കുന്നത് 10 ലക്ഷം രൂപ. ഇവർക്ക് മാത്രം കോമൺ റോഡുകളിൽ, അതായത് 22 വാർഡിൻ്റെ കോമൺ റോഡുകൾക്ക് 10 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 2 ചില്ലാൻ കോടി രൂപയാണ് LDFിൻ്റെ വാർഡിലേക്ക് കൊടുത്തത്. നേരത്തെ ഒരു ഉപഹാര സ്മരണ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഉപകാരം ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിൻ്റെ കൗൺസിൽ തുറന്ന് സമ്മതിച്ചെന്നായി. അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ താങ്ങി നിർത്തുന്നതിൻ്റെ പേരിൽ LDF ഭരണസമിതിര എല്ലാ സഹായം അദ്ദേഹത്തിനുണ്ട്. പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അത് കിട്ടിക്കോട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് 44 വാർഡിലും BJPക്കാരുണ്ട്, CPMകാരുണ്ട്, CPIക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. ഒരു രാഷ്ട്രീയത്തിലും വിശ്വസിക്കാത്ത ആളുകളുണ്ട്. എല്ലാ ആളുകൾക്കും റോഡിന്റെ സംവിധാനം വേണം, കുടിവെള്ള സംവിധാനം വേണം, ലൈറ്റിൻ്റെ സംവിധാനം വേണം. ഞങ്ങൾക്ക് പൊതുവികസന കാര്യത്തിൽ രാഷ്ട്രീയമില്ല. ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ദീർഘവീക്ഷണമായിട്ടുള്ള കാഴ്ചപ്പാട് വികസനത്തിന് രാഷ്ട്രീയമില്ല. പക്ഷേ ഇവിടെ വികസനത്തിന് തീർച്ചയായും ഏകപക്ഷീയമായിട്ടുള്ള ബഹുമാനപ്പെട്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അത് നിഷേധിക്കുകയാണെങ്കിൽ രേഖാമൂലം തെളിവ് കൊടുക്കാൻ ഞാൻ രേഖകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് വാർഡിന്റെ വികസന പ്രവർത്തന ഫണ്ടുകളിൽ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടെടുത്തതിൽ വ്യക്തമായ രേഖകളുണ്ട്. ഈ രേഖകള്
നിങ്ങളുടെ കയ്യിൽ തരാൻ ഞാൻ തയ്യാറാണ്. വ്യക്തമായ രേഖകളുണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് നേരത്തെ വളരെ പ്രതിപക്ഷ നേതാവ് നേരത്തെ ഫണ്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്ന കൗൺസിലിൽ വ്യക്തമായിട്ട് ശരിയാണെന്ന് 10 ലക്ഷം രൂപ നമ്മുടെ LDF കൗൺസിലർമാർക്കും ഇവിടെ UDF കൗൺസിലറായിരിക്കും ഒക്കെ ശരിയെ തന്നെയാണ്. അത് പറഞ്ഞതിൽ വാസ്തവമുണ്ട്. ഈ വിഷയം നടക്കുമ്പോൾ ഒരു വിഷയം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അവിടെ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട 21 കൗൺസിലർമാർ 44 പേര് അവിടെ ഇരിക്കണമായിരുന്നു. പറയിപ്പിക്കൂല. പറയാൻ അവസരം ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം അവര് BJP കൗൺസിലർമാർ ഉത്തരവാദിത്തമില്ലാതെ ഇറങ്ങിപ്പോയി. ഇവര് ചെയ്തത് പറയട്ടെ. ഇറങ്ങിപ്പോയപ്പോൾ ഇടതുപക്ഷം ഞാൻ പറഞ്ഞുതരാം. ഒരു വാക്ക് പറഞ്ഞു അവസാനിച്ച് ഇറങ്ങിപ്പോയപ്പോൾ ഇടതുപക്ഷം ഒന്നും ചെയ്തില്ല. ആ BJP-ക്കാർക്ക് കൊടുത്ത കോമൺ റോഡിന്റെ ഫണ്ട് മുഴുവൻ അവരുടെ വാർഡിലേക്ക് എടുത്ത് പിന്നെ അവർക്ക് ആവശ്യങ്ങൾ ഇറങ്ങിപ്പോയത് ആവശ്യമില്ല. ഒരു കാര്യം മനസ്സിലായില്ലേ? അതായത് ഏകാധിപത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നത് കോൺഗ്രസ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 7 ലക്ഷം രൂപയും ഇവർക്ക് 10 ലക്ഷം രൂപയും ഇവർക്ക് കോമൺ റോഡുകളിൽ 10 ലക്ഷം രൂപ വെച്ചപ്പോൾ കൗൺസിലിൽ വിഷയം ഉന്നയിച്ച സമയത്ത് ധിക്കാരപരമായിട്ട് ചെയർപേഴ്സണും ഈ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നുണ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങളുടെ സമരം മുറിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇവര് ഫണ്ട് തന്നാലും തന്നില്ലെങ്കിലും ജനങ്ങളാണ് രാജാവ്. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളോട് പറയും. തോന്നുമ്പോ ഇറങ്ങി പോകുമ്പോ വണ്ടികൾ പോകും. പത്രക്കാർക്ക് നീതി നിഷേധിച്ചപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി. ഒരു കാര്യമില്ല. ഒരു കോൺഗ്രസ് മതി. ദയവായി സഹകരിക്കാം. 1000 കോൺഗ്രസ് വേണ്ട, ഒരു കോൺഗ്രസ് മതി. ഉത്തരവാദിത്തോട് പത്രക്കാരെ ഇറങ്ങിപ്പോയി. മുഴുവൻ വികസനങ്ങളുമാണ് ഇറങ്ങിപ്പോയത്. നിങ്ങൾ ഇറങ്ങിപ്പോയപ്പോ മുഴുവൻ വികസനം പോയി. മനസ്സിലായി. കാരണം എല്ലാവരും സഹകരണം വേണം. ചർച്ചയായതുകൊണ്ട് കാരണം എല്ലാവരും അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തില്ല കാര്യങ്ങൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. നേരത്തെ BJP കോൺഗ്രസ് എന്ന ചെയർമാൻ ആക്ഷേപിക്കുമ്പോൾ തിരിച്ച് ആരോപണം കോൺഗ്രസും
CPM ആണെന്ന് BJPയും ആരോപിക്കുകയാണ്. എന്തായാലും അത്തരത്തിലേക്കുള്ള ആരോപണങ്ങളിലേക്കൊന്നും നമുക്ക് കിടക്കണം. കാരണം ജനങ്ങളിലേക്ക് വികസനം എത്തിക്കുക, ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതുവഴി ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പരമമായ ലക്ഷ്യം. എന്തായാലും ഈ ഒരു സമയവും നമ്മോടൊപ്പം സഹകരിച്ച ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൈസാബ്, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് സജീവൻ, ഒപ്പം തന്നെ കോൺഗ്രസ് പ്രതിനിധി കൂടിയായ കൗൺസിലർ ജോണി എന്നിവർക്കുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിൻ്റെ ചർച്ചയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.